ശ്രമിക്കാം. കണ്ണുകൾ പതുക്കെ അടക്കുക. നട്ടെല്ല് നിവർത്തിയിരുന്ന് പതുക്കെ നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ഒരു പൂ പോലെ മൃദുലമായി ഏറ്റവും സാവധാനത്തിൽ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. Take a slow deep breath. Breathe out. Once more take a deep breath. ശ്വാസം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പൂവിൻ്റെ ഇതള് പോലെ അത്ര മൃദുവായിട്ട് ഓരോ ശ്വാസവും എടുക്കാൻ ശ്രമിക്കുക. Breathe in. Breathe out. Once more take a deep breath. Breathe out. പതുക്കെ നിങ്ങളുടെ ശിരസ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ നെറ്റി, കൺപീലി എല്ലാം പതുക്കെ റിലാക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ കവിൾത്തടം പതുക്കെ റിലാക്സ് ആകുന്നതായിട്ട് നിങ്ങൾ അനുഭവിച്ചറിയുക. നിങ്ങളുടെ ജോ ലൈൻസ് റിലാക്സ് ചെയ്യുക. നിങ്ങളുടെ 2 ഷോൾഡേഴ്സും എല്ലാ ഭാരങ്ങളും മാറി ഏറ്റവും റിലാക്സ് ആകുന്നതായിട്ട് നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ചെസ്റ്റ് ഏറ്റവും റിലാക്സ് ആകുന്നു. നിങ്ങളുടെ 2 കൈകളും 2 കാലുകളും ഏറ്റവും റിലാക്സ് ആയി ഇപ്പോൾ അനുഭവപ്പെടുന്നു. നിങ്ങളുടെ ഉദരം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും റിലാക്സേഷൻ നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നു. തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസത്തിലും ഈ പ്രഭാതവും ഇപ്പോഴും നിങ്ങളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ജീവശ്വാസത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടർന്നെടുക്കുന്ന ഓരോ ശ്വാസവും ഏറ്റവും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. ഞാൻ ഇപ്പോഴും ഇവിടെ ആയിരിക്കുന്നു. ആരോഗ്യത്തോടെ സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ ആയിരിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടി തുടർന്നെടുക്കുന്ന ശ്വാസം ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുക. Take a deep breath and breathe out. Once more, take a deep breath. Breathe out. Imagine നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ ഒരു സൺറൈസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഉദയസൂര്യൻ്റെ ആ മനോഹാരിത നിങ്ങൾക്കിപ്പോൾ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ഉദയസൂര്യൻ്റെ ഏറ്റവും പവിത്രമായ ആ പ്രകാശം സകല ജീവജാലങ്ങൾക്കും ഊർജം പ്രദാനം ചെയ്യുന്ന ആ പവിത്രമായ പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് പതുക്കെ പതിക്കുന്നതായിട്ട് തിരിച്ചറിയാം. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും ആ പ്രകാശം ഇപ്പോൾ പതിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് അനുഭവിച്ചറിയുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ആ പ്രകാശം ആഴ്ന്നിറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. നിങ്ങളുടെ മുഖം ആ പ്രകാശത്താൽ തേജസ്സുറ്റതായിട്ട് മാറുന്നു. ശരീരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആ ജീവന്റെ പ്രകാശം ആഴ്ന്നിറങ്ങുന്നതായിട്ടും ആഗിരണം ചെയ്യപ്പെടുന്നതായിട്ടും തിരിച്ചറിയാം. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിക്കും ജീവൻ നൽകുന്ന ആ ജീവസ്രോതസ്
നിങ്ങളിലേക്കും ആ പ്രകാശം ധാരാളമായി നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ പ്രകാശം ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ നിങ്ങളുടെ ശരീരത്തിനകത്ത് നിങ്ങൾക്ക് ആ തേജസ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോ സ്നേഹത്തിൻ്റെയും ജീവന്റെയും ആ പ്രകാശം നിറഞ്ഞു വരുന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ഇരു കൈകളും ഹൃദയത്തോട് പതുക്കെ ചേർത്ത് വെച്ച് ആ അനുഭൂതിയിൽ കുറച്ചു നിമിഷമായിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ പതിവിലും കൂടുതലായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. സ്നേഹവും സന്തോഷവും ജീവന് നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഏറ്റവും അനുഗ്രഹീതനായിട്ട് അനുഭവപ്പെടുന്നു. തുടർന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിറച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകാശം, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആ പ്രകാശം നിങ്ങളുടെ ശരീരത്തിന് ചുറ്റിലേക്കും പതുക്കെ വ്യാപിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആഴമായി നിറഞ്ഞിരിക്കുന്ന ആ പ്രകാശം ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന മുറിയിലും പതുക്കെ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ മോർണിംഗ് സർക്കിളിനോട് ചേർന്നിരിക്കുന്ന ഓരോ മനോഹരമായ വ്യക്തികളിലേക്കും ആ പ്രകാശം വ്യാപിക്കുന്നതായിട്ട് തിരിച്ചറിയുക. ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന ഓരോ ബ്യൂട്ടിഫുൾ സോൾസിലേക്കും ആ പ്രകാശം വ്യാപിച്ചു കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരിലും കണക്റ്റഡ് ആയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആ പ്രകാശത്തെ പതുക്കെ വ്യാപിപ്പിച്ച് നൽകുക. ഈ ഒരു സർക്കിൾ ഈ ലോകത്തിൽ ഏറ്റവും പ്രകാശം പരത്തി നൽകുവാനായിട്ട് സജ്ജമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രകാശം നിറഞ്ഞ ഓരോ ഹൃദയത്തിനും അനേകം ഹൃദയങ്ങളെ ആ പ്രകാശത്തിലേക്കും സ്നേഹത്തിലേക്കും നയിക്കാനായി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങളുടെ ഉള്ളിൽ ആ സ്നേഹവും സന്തോഷവും നിറയട്ടെ. ഒപ്പം നിങ്ങളിലൂടെ അനേകം ഹൃദയങ്ങളിലേക്ക് അത് വ്യാപിക്കട്ടെ. ഒരു നിമിഷം കൂടി നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ഒരു ജീവൻ, സന്തോഷം, സ്നേഹം തിരിച്ചറിയുക. ടേക്ക് എ ഡീപ് ബ്രീത്ത്. ഈ ഏറ്റവും സന്തോഷകരമായ പ്രഭാതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഏറ്റവും പ്ലസന്റ് ആയ ഒരു സ്മൈൽ കൊടുക്കുക. നിങ്ങളിലൂടെ അനേകരിലേക്ക് ആ സ്നേഹം പകർന്നു നൽകുന്നതായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക. 5, 4, 3, 2, 1. നിങ്ങളുടെ ഫേസിൽ ഏറ്റവും ബ്രൈറ്റ് ആയ ഒരു സ്മൈൽ കൊണ്ടുവരിക. Rub your both hands. Place it on your eyes. And slowly stretch your body and relax. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, and good morning. താങ്ക് യു സോ മച്ച് സ്റ്റെഫി മാം. ഞങ്ങളെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് കൊണ്ടുപോയി. താങ്ക് യു സോ മച്ച്.
ഇന്ന് നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ ആനിവേഴ്സറി ആണല്ലേ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സന്തോഷ നിമിഷത്തില് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ചെറിയൊരു ആശയത്തിൽ നിന്ന് തുടങ്ങിയ മോർണിംഗ് സർക്കിള് മറ്റുള്ളവരിൽ അല്ലെങ്കിൽ നമ്മളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ടുകൾ കൊണ്ടുവരിക, നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുക, ഒരു ദിവസത്തിന്റെ തുടക്കം നല്ലതാവുക, നമ്മളുടെ ട്രെയിനേഴ്സിന്, നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന ട്രെയിനേഴ്സിന് ക്ലാസ് എടുക്കാനായിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക, ഈ ഒരു ഉദ്ദേശത്തോടെ തുടങ്ങിയ നമ്മുടെ മോർണിംഗ് സർക്കിൾ തുടക്കത്തില് ഒരു 10-ൽ താഴെ അംഗങ്ങളാണ് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഉണ്ടായിരുന്നത്. അതിപ്പോ വലുതായി 1000-ലധികം മെമ്പേഴ്സായി മാറിയിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്ന് മോർണിംഗ് സർക്കിളിന്റെ 1-ാം വാർഷികത്തിന്റെ ആ ഒരു ഗ്യാതറിങ്ങിലാണ്. അപ്പൊ ആ ഒരു സന്തോഷ നിമിഷത്തിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. പിന്നെ ഇവിടെ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള വിംബിൾ അക്കാദമിയുടെ ഫൗണ്ടറും സൈക്കോളജിസ്റ്റും മാസ്റ്റർ ട്രെയിനറും ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഫൈസൽ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. നമ്മളുടെ ഗസ്റ്റ് നജ്മ മാം ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ കണക്ട് ചെയ്തിട്ട് രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജോയിൻ ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ. സജന മാം സ്റ്റക്കായി അതിന്റെ ഇടയില്. ഒന്നും കേൾക്കുന്നില്ല. മ്യൂട്ടാണല്ലോ. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ കേക്കാം. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അപ്പൊ ആരും അവസാനം പറഞ്ഞത് കേട്ടില്ല, നേരത്തെ പറഞ്ഞത്. കറണ്ട് പോയി പെട്ടെന്ന്, പിന്നെ കറണ്ട് വന്നപ്പോ അങ്ങനെ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു, അവിടം വരെ കിട്ടും. ഗസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മോർണിംഗ് സർക്കിളിനെ കുറിച്ചും അതിന്റെ ജേണിയെ കുറിച്ചും 2 വാക്ക് പറയാനായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഫൈസൽ സാറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സജന മാം. ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണ് സർ, കേൾക്കാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എല്ലാവർക്കും സന്തോഷങ്ങള്, സ്നേഹങ്ങൾ. അപ്പോ 365 ദിവസങ്ങളുടെ പ്രഭാതങ്ങളുടെ കരുത്തുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഏതൊരു സംഭവമായി കഴിഞ്ഞു കഴിഞ്ഞാലും തുടങ്ങാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. അത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയമായി കഴിഞ്ഞു കഴിഞ്ഞാലും സാമൂഹികമായിട്ടുള്ള ഒരു വിഷയമായി കഴിഞ്ഞാലും ഒക്കെ അതില് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇന്ന് നമ്മൾ 365 ദിവസങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചാരിതാർത്ഥ്യവുമായിട്ടാണ് ഈ ഒരു മോർണിംഗ് സർക്കിള് നമുക്ക് ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഒരു മെസ്സേജ്, നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറുതായിട്ടുള്ള ഏറ്റവും ഒരു കാര്യമാണെങ്കിൽ പോലും അതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തരും ഒരുക്കുക എന്നുള്ളതാണ്. അതിനെ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ശീലങ്ങളിൽ, നമ്മുടെ സ്കില്ലുകളിൽ, നമ്മൾ തുടങ്ങുന്ന ഓരോ പ്രവർത്തനങ്ങളിലും കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നമുക്ക് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും നമുക്ക് ഓരോ പുലരികളും ഓരോ അവസരങ്ങളാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മള് മരിച്ച് അതിനുശേഷം നമ്മൾ ജീവിക്കുകയാണ്. അപ്പൊ ഓരോ ദിവസങ്ങളെയും മനോഹരമായി
ട്രീറ്റ് ചെയ്യാനുള്ള, മനോഹരമായി കാണാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് മോർണിംഗ് സർക്കിള് നമ്മുടെ മുമ്പിൽ വന്നു എന്നുള്ളതാണ്. അതിനേക്കാളൊക്കെ ഒപ്പം നമുക്ക് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പർപ്പസിലേക്ക്, ജീവിക്കാൻ മുന്നോട്ട് കുതിക്കാൻ പ്രേരിപ്പിക്കുന്ന കണക്ഷൻസ് നൽകുന്ന ഒരു പ്രസ്ഥാനമായി നമുക്ക് മോർണിംഗ് സർക്കിളിനെ മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ സ്റ്റക്കായി നിലനിൽക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിക്കാൻ, അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ, ഇന്ന സാധ്യതകൾ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന, നമ്മളെ കൈപിടിക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വിജയമായിട്ട് മനസ്സിലാക്കുന്നത്. കയ്യിലുള്ളത് കയ്യിൽ തന്നെ പിടിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അത് തൊട്ടടുത്ത ഒരാളിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നിടത്ത്, അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുന്നിടത്ത് നമുക്ക് ഒരു ഏകീകരണ സ്വഭാവത്തോട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു ടീം, മോർണിംഗ് സർക്കിൾ ടീമിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഓരോ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് ഇവിടെ വന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് കിട്ടണമല്ലോ. എന്തെങ്കിലും കിട്ടാത്ത ഒരു സാധനത്തിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടില്ല. എന്തെങ്കിലും നമുക്ക് ലഭിക്കാത്ത ഒരു ഇടത്തേക്ക് നമ്മൾ പോകാറില്ല. ഒന്നും ലഭിക്കാത്ത ഒരാളിലേക്ക് നമ്മൾ അടുത്തു പോകാറില്ല എന്നതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ നിന്ന് ലഭിച്ചത് കൊണ്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് ഓരോരുത്തരും നമ്മൾ ഇതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കൂടുതൽ ആളുകളെ നമുക്ക് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ നിലവിൽ നമ്മളിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനത്തിലും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റണം എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. മെഡിറ്റേഷനിൽ സ്റ്റെഫി മാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിലേക്ക് ലഭിച്ച ഒരു പ്രകാശത്തെ, ആ പ്രകാശത്തെ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ആകാശത്തേക്ക് പോയി താഴേക്ക് നോക്കുമ്പോൾ അല്ലെ, ആകാശത്തേക്ക് പോയിട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നക്ഷത്രങ്ങളായി മാറണം. അപ്പോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും നക്ഷത്രങ്ങളാണെങ്കിൽ ഭൂമിയിൽ എത്ര നക്ഷത്രങ്ങൾ കാണാൻ പറ്റും? അപ്പോ നമ്മളിൽ നിന്നുള്ള റിഫ്ലക്ഷൻ അടുത്ത ആൾക്ക് കൊടുക്കുമ്പോഴേ അടുത്തയാളും നക്ഷത്രമാവുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രകാശത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരും നക്ഷത്രമാവും. പിന്നെ അടുത്ത ആൾക്ക് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അതാണ് നമുക്ക് കിട്ടിയതിന്റെ റിഫ്ലക്ഷൻ. ആ പ്രകാശത്തെ മറ്റുള്ളവരിലേക്കും കൊടുക്കുക, പകർന്നു കൊടുക്കുക. ഒരാളെ നമ്മൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആളെ എംപവർ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. ഒരിക്കലും നമ്മൾ സംസാരിക്കുമ്പോഴും ട്രെയിനിങ് റൂമിലേക്ക് കടക്കുമ്പോഴും കൗൺസിലിംഗ് റൂമിലേക്ക് കടക്കുമ്പോഴും മാത്രമല്ല നമ്മൾ എംപവർ ചെയ്യേണ്ടതും ഡെവലപ്പ് ചെയ്യേണ്ടതും. ഏതൊരു മനുഷ്യനെയും മീറ്റ് ചെയ്യുമ്പോൾ, ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ അയാൾക്ക് എന്ത് നമുക്ക് നൽകാൻ പറ്റി, ആളിൽ എന്ത് പരിവർത്തനമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്, ആൾക്ക് എന്ത് സേവനമാണ് നമുക്ക് നൽകാൻ സാധിച്ചത്, എന്ത് കരുതലാണ് നമുക്ക് നൽകാൻ സാധിച്ചത് എന്നത് നമ്മളെ അലട്ടേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തുകയും നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും നമ്മൾ ചെയ്യണം. അങ്ങനെ നമ്മളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചുറ്റുമുള്ള എൻവയൺമെന്റുകളിൽ നമുക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമുക്കൊരു സെൽഫായിട്ട് നമുക്ക് നല്ല ഗോളുകൾ ഉണ്ടാവുക, നമ്മുടെ ജീവിതത്തിന് നല്ല പർപ്പസുകൾ ഉണ്ടാവുക. നമ്മൾ എന്തിന് ഇത് ചെയ്യണം,
നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ അത് എന്തിനാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനോഹരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോ നമ്മുടെ ജീവിതത്തെ മനോഹരമായി അടയാളപ്പെടുത്തുന്ന മറ്റുള്ളവരുടെ മനസ്സുകളിലേക്ക് നമുക്ക് കുടിയേറി പാർക്കാൻ സാധിക്കുന്ന മനോഹരമായ വ്യക്തിത്വങ്ങളായി നമുക്ക് ഓരോരുത്തർക്കും പരിവർത്തിക്കാൻ സാധിക്കണം. അത്തരത്തിലേക്ക് നമ്മളെ എല്ലാവരെയും വാർത്തെടുക്കാൻ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ആ കണക്ഷൻസ് ആണ് മറ്റുള്ളവരിൽ ആക്ഷൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആകുന്ന സമയത്ത് നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാൻ അത് ചെയ്യാൻ സന്നദ്ധരാകും, അല്ലെ? പലപ്പോഴും കണക്ഷൻസിന്റെ പുറത്താണ് നമ്മൾ പലരും പറയുന്നത് ചെയ്യുന്നത്. അപ്പോ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണമെങ്കിൽ, നമ്മുടെ കൂടെ വരണമെങ്കിൽ, നമ്മുടെ ആശയത്തിന്റെ പിറകിൽ കൂടണമെങ്കിൽ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ ഹൃദയങ്ങൾ തമ്മിൽ ചേരാൻ പറ്റണം, ആ ഹൃദയങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകാൻ സാധിക്കണം. അപ്പൊ അത്തരത്തിലേക്ക് നമ്മൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യണം. ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുകയും ഹായ് പറയുകയും വിശേഷങ്ങൾ ചോദിക്കുകയും നേരത്തെ പറഞ്ഞത് ഓർത്തെടുത്തുകൊണ്ട് വീണ്ടും അവരോട് സംസാരിക്കാൻ, അതിനോട് കണക്ട് ചെയ്ത് സംസാരിക്കാനൊക്കെ പറ്റുകയും ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ മനുഷ്യരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവും. മനുഷ്യരുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ആശയത്തോട്, നമ്മൾ പറയുന്ന പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യന്മാരെ, ഞാൻ എപ്പോഴും പറയാറുള്ള നമ്മളെ തേടി ആയിരങ്ങളുണ്ട് എന്നതായിരിക്കണം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മളൊരു സമയം 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് നമ്മൾ കളയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ ആ ആയിരങ്ങളിലേക്ക് എത്താൻ വൈകുകയാണ്. അവർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യപ്പെട്ട സമയമാണ് നമ്മൾ കളയുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമ്പോഴാണ് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നരായ മനുഷ്യരായി നമുക്ക് മാറാൻ പറ്റുന്നത്. മറ്റുള്ള മനുഷ്യരെ പോലെ ആയതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. അപ്പൊ അവരും നമ്മളും സെയിം ആയി പോയി. നമ്മൾ വ്യത്യസ്തരാകണമെങ്കിലും, നമ്മൾ വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിലും മറ്റുള്ളവർ ചെയ്യാത്തത് ചെയ്യുമ്പോഴാണ് നമുക്ക് മറ്റൊരു മനുഷ്യനായി മാറാൻ പറ്റുക. അപ്പോൾ മറ്റുള്ളവർ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങാൻ പാടില്ല. മറ്റുള്ളവർ കളിക്കുമ്പോൾ നമ്മൾ കളിക്കാൻ പാടില്ല. മറ്റുള്ളവർ സമയം കളയുമ്പോൾ നമ്മൾ സമയം കളയാൻ പാടില്ല. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരെ പോലെയേ ആകുള്ളൂ. നമുക്ക് അവരെ പോലെ അല്ല ആവേണ്ടത്. നമുക്ക് അവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളാകാനാണ് നമുക്ക് പറ്റേണ്ടത്. ആ വ്യത്യസ്തതയെ ഇഷ്ടപ്പെടുന്നിടത്ത്, ആ ചലഞ്ചുകൾ ഏറ്റെടുക്കുന്നിടത്ത്, ആ ക്രിയേറ്റിവിറ്റിയിലേക്ക് സഞ്ചരിക്കുന്നിടത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. അപ്പോൾ അവിടെ നമ്മൾ മുന്നിട്ട് നിൽക്കണം. നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നിടത്ത്, മറ്റുള്ളവരെ എംപവർ ചെയ്യുന്നിടത്ത്, അവരുടെ ജീവിതത്തെയും കൂടി അടയാളപ്പെടുത്താൻ നമ്മൾ സന്നദ്ധരാകുന്നിടത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വിജയിക്കാൻ പറ്റണം. അപ്പൊ അത്തരത്തിലേക്ക് ഈ ഒരു മനോഹരമായിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ എത്തിച്ചതിലുള്ള എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ഒരു വർഷം, ഒരു ആനിവേഴ്സറി എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നിമിഷമാണ്. 365 പ്രഭാതങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റി എന്നുള്ള ഒരു മനോഹരമായ ചാരിതാർത്ഥ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. കാരണം അത് കൺസിസ്റ്റന്റ് ആയിട്ട് അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്കത് പറ്റി എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും സന്നദ്ധരായത് കൊണ്ടാണ് നമുക്ക് ഇന്നും ഇവിടെ ഏറ്റവും മനോഹരമായിട്ട് നിലനിൽക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനത്തെ അതിമനോഹരമായി നമ്മളെല്ലാവരെയും ഒരു മാലയിലെ മണികളെ പോലെ കോർത്തിണക്കി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയ മോർണിംഗ് സർക്കിളിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള സജ്ജന മുസ്തഫ മാമിനെ ഈ ഒരു സമയത്ത് അവർക്ക് എല്ലാവിധ സ്നേഹങ്ങളും സന്തോഷങ്ങളും അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ട് സെഷനുകൾ കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും
മുന്നോട്ട് വന്നതിലുമുള്ള അതിയായ സന്തോഷം എല്ലാ ട്രെയിനേഴ്സിനോടും അതോടൊപ്പം തന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനോടും ഈ ഒരു സമയത്ത് അറിയിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ആനിവേഴ്സറിയിലെ നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് മാം എത്തിയിട്ടുണ്ടോ സജന മാം? ഇപ്പൊ ജോയിൻ ചെയ്യും മാം. സർ ഇപ്പോ മാം ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതെ അതെ. അപ്പോ നമ്മളുടെ ഈ ഒരു മോർണിംഗ് സർക്കിളിന്റെ ഒരു ഇനോഗ്രേഷൻ സ്പെഷ്യൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ എത്തുന്നത് അഡ്വക്കേറ്റ് തബ്ഷീറ മാം ആണ്. അപ്പൊ മാമിന്റെ എക്സ്പീരിയൻസും മാമിന്റെ നോളജും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യും. അപ്പൊ അതെല്ലാം നമ്മൾ കേൾക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസുകളും നിങ്ങൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ മോർണിംഗ് സർക്കിളിനെ നമുക്ക് പുതിയ ഭാവത്തിലേക്ക് പുതിയ രൂപത്തിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ആളുകളായിട്ടും നിങ്ങൾ മാറണം. നിങ്ങൾ മറ്റു പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളായിട്ട് മാത്രം നിങ്ങൾ ചുരുങ്ങരുത്. മറിച്ച് നിങ്ങളിൽ നിന്നും ഇനീഷ്യേറ്റുകൾ ഉണ്ടാവണം. പുതിയ മോർണിംഗ് സർക്കിളുകൾ പോലെയുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അപ്പോഴാണ് ഇതൊരു വിജയമായിട്ട് അതിന്റെ ഒരു പരിപൂർണ വിജയത്തിലേക്ക് എത്തുക. നിങ്ങൾ ഇവിടെ മാത്രം ഒതുങ്ങിക്കൂടുകയും നമ്മളിൽ മാത്രം ഒതുങ്ങുകയും ചെയ്യാന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളും സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങളും ഒരുപാട് മനുഷ്യന്മാരിലേക്ക് സഞ്ചരിക്കണം. അവർക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് പദ്ധതികളും പ്രോഗ്രാമുകളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നിടത്ത്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നിടത്ത്, നിങ്ങൾ അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നിടത്താണ് നല്ല നല്ല സ്വപ്നങ്ങൾ പൂവണിയുന്നത്. അപ്പൊ അത്തരം ചിന്തകൾ ഉണ്ടാകണം. ആ ചിന്തകൾ ഡെവലപ്പ് ചെയ്യാൻ, ആ ചിന്തകളെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ വിംബിൾ അക്കാദമിയും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ അത്തരത്തിലേക്ക് ഒരുപാട് മനുഷ്യന്മാരിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഒരു സംസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മാമിനെ കണക്ട് ചെയ്തിട്ട് കിട്ടിയിരുന്നില്ല ഇത്രയും നേരം. ഇപ്പോഴാണ് കിട്ടിയത്. ഇപ്പൊ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടേ. അപ്പോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യട്ടെ. അപ്പോ അതിനുശേഷം മാം ജോയിൻ ചെയ്യുന്ന സമയത്ത് മാമിനെ വിളിച്ചാൽ മതി. സർ അങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മളുടെ മൈക്ക് നമ്മുടെ ട്രെയിനേഴ്സിനും പാർട്ടിസിപ്പന്റിനും ഹാൻഡ് ഓവർ ചെയ്യാണ്. എന്താണ് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുണ്ട്, ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട്. മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാം. Hey all, good morning. I'm really sorry I couldn't make it on time. ഞാൻ ആ സമയത്ത് തന്നെ എത്തുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്തായാലും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ടീമിന്റെ കൂടെ ഈ ദിവസം തുടങ്ങുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങള് കുറച്ച് സമയമായിട്ട് ഇവിടെ സംസാരിക്കാൻ തോന്നുന്നു. സജിന ഒരു ഇതുവരെ ഉണ്ടായതൊന്ന് സമപ്പ് ചെയ്താൽ സന്തോഷമായിരുന്നു. മാം, നമ്മള് നോർമലി ഒരു മെഡിറ്റേഷനോട് കൂടിയിട്ടാണ് മോർണിംഗ് സർക്കിൾ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പൊ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ വിംബിൾ അക്കാദമിയിലെ മെഡിറ്റേഷൻ ട്രെയിനറും സ്പിരിച്വൽ ഹീലറും ബ്രീത്ത് വർക്ക് എക്സ്പേർട്ടും ആയിട്ടുള്ള സ്റ്റെഫി മാമിന്റെ ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ടിങ്ങിന് ഉണ്ടായിരുന്നു. അതിനുശേഷം വിംബിൾ അക്കാദമിയുടെ ഫൗണ്ടർ ഫൈസൽ CA സാറിന്റെ സ്പീച്ച് ആയിരുന്നു. അപ്പൊ മാം ഇപ്പോൾ ജോയിൻ ചെയ്തതിൽ വളരെയധികം സന്തോഷം.
മാമിനെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മാറ്റത്തിന്റെ ചരിത്രം കുറിച്ചൊരു യുവ നേതാവാണ് നമ്മോടൊപ്പം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏതൊരു വേദിയിലും യാതൊരു ഭയവും ഇല്ലാതെ തന്റേതായ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ മടുക്കാത്ത ഒരു വ്യക്തിത്വം. മനുഷ്യ സ്നേഹത്തിലും പ്രകൃതി സംരക്ഷണത്തിലും ഊന്നിക്കൊണ്ട് എല്ലാ തലമുറകളോടും ഒരുപോലെ സംവദിക്കാൻ കഴിയുന്ന പ്രതിഭ. നിലവിൽ മാം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ കേട്ടോ. മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാര പട്ടികയിൽ ഇടം നേടുകയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അന്താരാഷ്ട്ര ലീഡർഷിപ്പ് പ്രോഗ്രാമിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതിലൂടെ അന്തർദേശീയ തലത്തിൽ നമ്മുടെ നാടിന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിവിടെ വീഡിയോ ഓൺ ആക്കുന്നത് എൻ്റെ വീട്ടിൽ കറണ്ട് പോയി. വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഓഡിബിൾ ആവില്ല, വോയിസ് ബ്രേക്ക് ആവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ മാമിനെ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങളുടെ ഈ ഒരു മോർണിംഗ് സർക്കിളിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യാണ്. മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. താങ്ക് യു മാം. താങ്ക് യു സജ്ന, താങ്ക് യു സോ മച്ച്. നിങ്ങൾ സമ്മപ്പ് ചെയ്തത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി നേരത്തെ നമ്മുടെ കൂടെ കൂടാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നിങ്ങളുടെ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഏറ്റവും മനോഹരമായി അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇതുപോലൊരു ലൈഫ് സ്റ്റൈൽ സർക്കിളിന്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇതുവരെ ആവാൻ സാധിക്കാത്തതുമായിട്ടുള്ള ഒരാളാണ്. കാരണം നമ്മുടെ സൗഹൃദങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള സൗഹൃദം നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ ജയപരാജയങ്ങൾ ഇരിക്കുന്നത് എന്നുകൂടി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കൂടെയുള്ള മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മെ ഡിസൈൻ ചെയ്യുന്നത്. ആ മനുഷ്യരുടെ വേവ് ലെങ്ത് എന്താണോ, തോട്ട് പ്രോസസ് എന്താണോ എന്നത് എല്ലാ സമയത്തും നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന ഉറപ്പാണ്. ഇപ്പം വായന നമ്മെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് മനുഷ്യരെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു രക്ഷിതാക്കൾക്ക് പിറന്നതുകൊണ്ട് മാത്രം ടോക്സിക് ആയി മാറിയ ഒരുപാട് ദുഷ്ടകഥാപാത്രങ്ങളെ നമുക്ക് ചരിത്രത്തിൽ അറിയാമല്ലോ. ഇപ്പം ഹിറ്റ്ലറിനൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണെങ്കിലും ഇങ്ങനെ ഒരുപാട്. ഇപ്പം നമ്മൾ വെറുക്കപ്പെട്ട കഥാപാത്രങ്ങൾ എടുത്തു നോക്കിയാല് അവർക്ക് ജീവിതത്തിൽ അവരെ വെറുത്ത കുറെ മനുഷ്യര് അവരെ വളർത്തിയതോ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളിൽ വന്നു പോയതോ ആയി കാണാം. അതിനെയും അതിജീവിച്ച് മുന്നോട്ട് വരുന്ന ആളുകളില്ല എന്നല്ല, പക്ഷെ ആ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ നമ്മെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഖലീൽ ജിബ്രാന്റെ ഒരു കവിതയുണ്ട്, പ്രോഫറ്റ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്. പ്രോഫറ്റ് ഭയങ്കര രസമുള്ള ഒരു പുസ്തകമാണ്. പ്രോഫറ്റിനകത്ത് ഇങ്ങനെ പ്രവാചകനോട് ചോദിക്കുകയാണ് ആളുകൾ, ഓരോ ആളുകൾ വന്ന് ചോദിക്കും അവരവരുടെ കാര്യങ്ങളെ കുറിച്ച്. ഞങ്ങളോട് തൊഴിലിനെ കുറിച്ച് പറയൂ, ഞങ്ങളോട് ജീവിതത്തെ കുറിച്ച് പറയൂ, ഞങ്ങളോട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയൂ. അങ്ങനെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കവിതയുണ്ട്. കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കും, ഞങ്ങളോട് കുഞ്ഞുങ്ങളെ കുറിച്ച് പറയൂ. പ്രവാചകൻ പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. അവർ ജീവിതത്തിന് അതിനോട് തന്നെയുള്ള അഗാധമായ ഒരു ആഗ്രഹത്തിന്റെ പുത്രന്മാരും പുത്രികളുമാണ്. നിങ്ങളിലൂടെ വന്നു എന്നേ ഉള്ളൂ, പക്ഷെ മുഴുവനായി നിങ്ങളുടേത് മാത്രമല്ല. അത് ഭയങ്കര രസമുള്ള ഒരു തോട്ടാണ്. ഇപ്പം രക്ഷിതാക്കളാണെങ്കിലും ശരി, നമ്മൾ വെരി ഓൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ മക്കളാണല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താവാം എന്നൊരു അധികാരബോധവും പലപ്പോഴും നമുക്കുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് പറയുന്നത് അങ്ങനെയാ, അത് നിങ്ങളുടേതൊന്നും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകൾ കൊടുക്കാം, പക്ഷെ അതിൽ അവരെ കെട്ടിയിടരുത് എന്നുള്ളത്. അവരുടെ സ്വപ്നങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യരുത്. അത് ജീവിതത്തിന്റെ ഒരു കണികയാണ്. അത് അതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് പുറപ്പെട്ടു വന്ന ദൈവത്തിന്റെ സൃഷ്ടിയാണ്. നിങ്ങളിലൂടെ ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ. നിങ്ങളുടെ മുറികൾ അവർക്ക് കൊടുക്കാം, നിങ്ങളുടെ വീടുകളിൽ തടച്ചിടരുത് എന്നൊക്കെ. അത് പറയാൻ ശ്രമിക്കുന്ന ഇത്രയേ ഉള്ളൂ. കുഞ്ഞുങ്ങളാണെങ്കിലും ശരി, ഒരു അധികാരം എടുക്കാൻ, ഒരു ഇത് ഞങ്ങളുടേത് മാത്രമാണ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കാര്യത്തിൽ ഒരു അധികാരം എടുക്കാനുള്ള
സ്വാതന്ത്ര്യം ഈ പറയുന്ന പോലെ രക്ഷിതാക്കൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ അവർക്ക് സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ കൊടുത്തോളൂ, പക്ഷെ നിങ്ങളുടെ ചിന്തകളുടെ തടവറയിൽ പാർപ്പിക്കരുത്. അത് സ്വതന്ത്രമായൊരു മനുഷ്യനാണ്. അങ്ങനെ അവരെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണുമ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്കൊരു സങ്കടമുണ്ട്, കാരണം നമ്മളത് മാത്രം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു മനുഷ്യന്മാര്, പക്ഷെ അത് എല്ലാവരുടേതുമാണ്, സമൂഹത്തിന്റെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു പൊസസീവ്നെസ് ഉണ്ടാവും. പക്ഷെ അത് ഭയങ്കര ലൈറ്റനിങ് ഫീലും ആണ്. എന്നുവെച്ചാൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ സ്ട്രെസ്ഫുള്ളി എടുത്ത് വളർത്തേണ്ട ഒരു സാധനമൊന്നും അല്ല. എല്ലാരും കൂടി ചേർന്ന് വളർത്തേണ്ട രസമുള്ളൊരു പ്രോസസ്സാണ് എന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മളെത്തും. അഥവാ ഞാൻ പറഞ്ഞു വരുന്നത്, രക്ഷിതാക്കളാണെങ്കിൽ പോലും നമുക്ക് അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനും നല്ലതിനെ കുറിച്ചും ചീത്തതിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കാനുമുള്ള അധികാരമേ ഉള്ളൂ. ബാക്കി ജീവിക്കേണ്ട അവരാണ്. അങ്ങനെ അല്ലാതെ നമ്മുടെ ഒരു ആഗ്രഹങ്ങളിലേക്കല്ല ഇവരെ വളർത്തേണ്ടത് എന്ന്. ആ മനുഷ്യരാണ് ഒരു കുട്ടിയെ ഡിസൈൻ ചെയ്തത്. ഒരു ഒരു പടച്ചോന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏറ്റവും പരിപാവനമായ ഒരു സൃഷ്ടിപ്പായിക്കൊണ്ട് വളരുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴേക്കും ആ കുട്ടി എങ്ങനെയായിരിക്കണം എന്ന് ഡിസൈൻ ചെയ്യുന്നത് രക്ഷിതാക്കളാണല്ലോ. ആ പ്രോസസ്സ് പോലും ഇത്ര ട്രാൻസ്പെറന്റ് ആവണം എന്നുള്ളതാണ് ഒന്നാമത്. അങ്ങനെ ആയി കഴിഞ്ഞ് പിന്നീടുള്ളത് തിരഞ്ഞെടുപ്പുകളാണ്. പിന്നീടുള്ളത് അവന്റെ തന്നെ അല്ലെങ്കിൽ അവളുടെ തന്നെ തിരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകളിലാണ് ബാക്കി ഡിസൈൻ വരുന്നത്. വളർന്നു വരുന്ന ഒരു കുഞ്ഞിന്റെ ഏറ്റവും ബാക്കി ഡിസൈൻ വരുന്നത് പിയർ ഗ്രൂപ്പ് ആണെങ്കിലും അവർ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളാണെങ്കിലും ആ സൗഹൃദങ്ങൾ എങ്ങനെയാണ്, ആ ആളുകൾ ഏത് ചിന്തയാണ് വെച്ച് പുലർത്തുന്നത്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ അതോ എപ്പോഴും ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണോ എന്നത് അയാൾ ഡിഫൈൻ ചെയ്യും. എല്ലാവരും ഏറ്റവും മികച്ചതാവണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയും അല്ലെങ്കിൽ നമ്മളും ഏറ്റവും മികച്ചതാവാനുള്ള ഒരു ശ്രമം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ആളുകള് ആ ആളുകള് ഏതൊരു തരത്തിൽ സ്വപ്നം കാണുന്നു അത് നമ്മുടെ സ്വപ്നം. പ്രത്യേകിച്ച് കൗമാരകാലത്തെ സുഹൃത്തുക്കളൊക്കെ അല്ലെങ്കിൽ ഒരു കൗമാരം കഴിഞ്ഞ് യൗവനകാലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ നേടുന്ന സുഹൃത്തുക്കളൊക്കെ ആ തരത്തിൽ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നുള്ളതിൽ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധ പുലർത്തേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യരെ തെരഞ്ഞെടുക്കുന്നതിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടുകൂടി വലിയൊരു ടാസ്ക് കഴിഞ്ഞു. പിന്നെയുള്ളൊരു ഫ്ലോ ആണ്. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ജീവിക്കും. ഏത് തിരയിലും മനുഷ്യര് ജീവിക്കും. പക്ഷെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മുൻകരുതൽ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജീവിതം എളുപ്പം. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇങ്ങനെ ഒരു മോർണിംഗ് സർക്കിൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ കൂടി കൂട്ടായ്മയാണ്. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ, നിങ്ങളുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ തന്നെയാണ് വളരെ ഇന്റൻഷനലി, പ്രത്യേകിച്ച് മുതിർന്നതിന് ശേഷം, വലുതായതിനു ശേഷം നമ്മൾ ഇന്റൻഷനലി സൃഷ്ടിക്കുന്ന അത്തരം സൗഹൃദങ്ങളും ഗ്രൂപ്പുകളും തന്നെയാണ് ഇനിയുള്ള കാലത്ത് നമ്മളെ നിർവചിക്കാൻ, ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അത് ഏറ്റവും മനോഹരമായൊരു കൂട്ടം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് നന്ദി. ഒരു വർഷമായി മോർണിംഗ് സർക്കിള് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള എൻ്റെ ഫൗണ്ടർ വളരെ പാഷനേറ്റ്ലി ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് വളരുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായിക്കൊണ്ട് നിങ്ങൾ ഒരുമിച്ച് വളരുക തന്നെയാണ്. ആ വളർച്ച ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഞാൻ കൂടുതലായി സമയം സ്പെയർ ചെയ്യുന്നൊന്നുമില്ല. ഇറ്റ്സ് വാല്യുബിൾ. ഈ സമയം വളരെ വാല്യുബിൾ ആണ്. എനിക്ക് നിങ്ങളുടെ കൂടെ പങ്കെടുക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്ന് പറയുന്നത്. നമുക്ക് വീണ്ടും കാണാം. നല്ല ഉദ്ദേശങ്ങളുമായിട്ട്, നല്ല പ്രഭാതങ്ങളുമായി നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം ഏറ്റവും സക്സസ്ഫുള്ളി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങളെ ഡിഫൈൻ ചെയ്ത സർക്കിളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. മാം ജോയിൻ ചെയ്തത് തന്നെ വളരെയധികം സന്തോഷം.
മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലൈക്ക് മറ്റു ഇന്ററാക്ഷനോ മറ്റു കാര്യങ്ങളോ ഇല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾക്ക് ഇന്നൊരു ഫീഡ്ബാക്ക് സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മള് ഒരുപാട് പേര് ഓക്കെ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് നമ്മളുടെ ക്ലാസ്സുകളിൽ, ട്രെയിനേഴ്സ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രെയിനേഴ്സിനും പാർട്ടിസിപ്പൻസിനും ആയിട്ട് നമ്മളുടെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഓക്കെ. നമ്മളുടെ മോർണിംഗ് സർക്കിളിനെ കുറിച്ചുള്ള ഫീഡ്ബാക്കുകളോ സജഷൻസോ. Good morning. Good morning, everyone. Morning, And Morning, thank you ma'am. very, Good morning, Good ma'am. morning, ma'am. and thank you very much to Advocate Najma for a beautiful message. മക്കള് നമ്മുടെ മക്കളല്ല, നമ്മുടേതായിട്ടെന്ന് മാത്രം കീപ്പ് ചെയ്യാനുള്ളവരല്ല. അവരെ നേരായ വഴികളൊക്കെ കാണിച്ചു കൊടുക്കുക മാത്രമാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പിന്നെ അവരായിട്ട് ജീവിക്കാൻ ദൈവനിയോഗത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന നിയോഗത്തിൽ ജീവിക്കാൻ അവരെ വിടുക എന്നൊക്കെയുള്ള ഒരു മനോഹരമായ മെസ്സേജ് നമ്മളെ ഓർപ്പിച്ചു. താങ്ക് യു വെരി മച്ച്. പിന്നെ അതുപോലെ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതിനും അതുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു. സോ വി ആർ റിയലി ഹാപ്പി ദാറ്റ് യു ആർ ഏബിൾ ടു ജോയിൻ വിത്ത് us and you are able to share your thought with us. Thank you so much from the bottom of our hearts. പിന്നെ ഞാൻ മോർണിംഗ് സർക്കിളിൽ വന്നിട്ട് ഇപ്പം ഒരു 9 മാസമായി. അപ്പോൾ ഈ 9 മാസം എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ റെക്കോർഡ് മാത്രമേ കേൾക്കാറുള്ളായിരുന്നു. കാരണം there was a conflict with my daily routine. എൻ്റെ പ്രെയറും അങ്ങനെയൊക്കെയുള്ള റുട്ടീനും ഒക്കെ ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്ന കാരണം റെക്കോർഡ് മാത്രമേ കാണുന്നുള്ളായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ പുറത്തോട്ട് പോയ മകളുടെ അടുത്ത് പോയപ്പം അവിടെ രാവിലെ 11 തൊട്ട് 12 വരെ ആയി. അപ്പം അന്നേരം പിന്നെ ലൈവായിട്ട് കയറാൻ തുടങ്ങി. then I got hooked actually. അപ്പോൾ പിന്നെ ഡെയിലി പറ്റുന്ന അവിടെ ആയിരുന്ന 3 മാസം അവിടെ ആയിരുന്ന സമയത്ത് പറ്റുമ്പോഴൊക്കെ കയറുമായിരുന്നു. പിന്നെ തിരിച്ച് ഡിസംബറിൽ വന്ന് ഐ സ്റ്റാർട്ടഡ് ജോയിനിങ്. മിക്കവാറും സമയത്ത് കയറാൻ തുടങ്ങി, പിന്നെ സെഷൻസ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ നല്ല അനുഭവങ്ങളാണ് എനിക്ക് ഇതിനകത്തുനിന്ന് മോർണിംഗ് സർക്കിളിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് വി ആർ ഏബിൾ ടു സ്പ്രെഡ് പോസിറ്റിവിറ്റി ആൻഡ് ഗെറ്റ് എ ഗുഡ് എനർജൈസിങ് ഇൻ ദ മോർണിംഗ്. പിന്നെ നല്ല അറിവുകൾ ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാനും അതുപോലെ മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുവാനും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പ്രസന്റേഴ്സിനെ ഒക്കെ എൻകറേജ് ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല ഒരു കൂട്ടായ്മയായിട്ടാണ് ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. സോ ഓവറോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റാർട്ട് ടു ഈച്ച് മോർണിംഗ്. അത് മിസ് ചെയ്യുമ്പോൾ ഒരു മിസ്സിംഗ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മിസ് ചെയ്താൽ തന്നെ അതിൻ്റെ റെക്കോർഡിങ് എത്രയും പെട്ടെന്ന് കേൾക്കാനും ശ്രമിക്കാറുണ്ട്. So I would like to really thank Faisal sir for giving this platform. ഇങ്ങനെ ഒരു ചിന്ത ഇത് ആദ്യമേ കൊണ്ടുവന്ന ആൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തില്ലാന്ന് തോന്നുന്നല്ലേ. ഇപ്പോൾ ആ തോട്ട് കൊണ്ടുവന്ന ആളിനെ നമിക്കുന്നു. അതുകൂടാതെ ഇത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നതിന് ഫൈസൽ സാറിനും പിന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സജ്ന മുസ്തഫ, അതുപോലെ അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഇറ്റ് റിയലി ടച്ചസ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. കാരണം ഈ മെസ്സേജുകൾ കേൾക്കുകയും അതിൽ നിന്ന് പഠിക്കുകയും പിന്നെ അതുപോലെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഐ ഓൺലി ഹാവ് വൺ സജഷൻ, ദാറ്റ് ഈസ് നമ്മൾ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു കം ലൈവ് ഓൺ ദ വീഡിയോ ഓപ്പൺ ആയി ഒന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കും ആ ഒരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. പിന്നെ പ്രസന്റേഴ്സിനാണേലും അവർക്കും ഒരു സന്തോഷമാണ് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന ഇത് കണ്ടുകൊണ്ട് പ്രസന്റ് ചെയ്യാതെ ആൾക്കാരുടെ മുഖത്ത് നോക്കി പ്രസന്റ് ചെയ്യുന്നത്. സോ കഴിയുമ്പോഴൊക്കെ ഒന്ന് ലൈവായിട്ട് ഈ വീഡിയോ ഓണാക്കി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളൊരു സജഷനാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതുപോലെ ഈ 365 ദിവസം പിന്നിട്ട മോർണിംഗ് സർക്കിൾ വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സൂസൻ മാം. സൂസൻ മാം നമ്മുടെ സ്ഥിരം പാർട്ടിസിപ്പന്റ് ആണ്. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. സൂസൻ മാമിനെ പറ്റി എല്ലാവരും
ട്രെയിനേഴ്സ് വരുമ്പോൾ തന്നെ പലപ്പോഴും എൻ്റെ അടുത്ത് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സൂസൻ മാം ചില സമയത്ത് ക്ലാസ് എടുക്കാൻ വരുമ്പോൾ സൂസൻ മാമിനെ കാണില്ല, മാമാണ് വീഡിയോ ഓൺ ആക്കിയിട്ട് ഇരിക്കണം. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Good താങ്ക് യു. morning. Good morning. ഗുഡ് മോർണിംഗ്. Yes, ഞാൻ ചന്ദ്ര പാലക്കാട്. നജ്മ മാം പറഞ്ഞ ഇൻഫോർമേഷൻസ് ഒക്കെ വളരെ ബെനിഫിഷ്യലും ഇറ്റ് ഈസ് ഓഫ് വാല്യൂ. സോ താങ്ക് യു മാം ഫോർ ദാറ്റ്. പിന്നെ ഞാൻ ഈ മോർണിംഗ് സർക്കിളിൽ ജോയിൻ ചെയ്യാനുള്ള റീസൺ വന്നിട്ട് ബാച്ച് 22 ട്രെയിൻ ദ ട്രെയിനേഴ്സ് പ്രോഗ്രാം ത്രൂ ആണ് മോർണിംഗ് സർക്കിളിൽ വന്നിരിക്കുന്നത്. എനിക്ക് ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് ഫീൽ ആയത് ദർ ഇസ് ലോട്ട് ഓഫ് നോളേജ് നമുക്ക് കിട്ടാൻ സ്കോപ്പ്. ഇത്രയും ഇത് വന്നിട്ട് നമ്മൾ നോർമലി നമ്മൾ പാലക്കാടാണെങ്കിൽ പീപ്പിൾ ഓൺലി ഫ്രം പാലക്കാടിന് അഡ്രസ് ചെയ്യുന്നതും കേൾക്കുന്നതായിരിക്കും. ഇതിപ്പോ ഓൾ ഓവർ കേരളയിൽ നിന്നുള്ള ഒരു പീപ്പിൾ ജോയിൻ ചെയ്യുമ്പോൾ ഈ ഓൺലൈനിന്റെ ഒരു ബെനിഫിറ്റ് ഒക്കെ ഉണ്ട് ഒരുപാട്. സോ അങ്ങനെ, ആൻഡ് ഐ എം എ പേഴ്സൺ ഹു ലൈക്സ് ടു ഗെയിൻ ലോട്ട് ഓഫ് നോളേജ് ആൻഡ് ടീച്ചിങ്ങും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒക്കെ ഇത് എൻ്റെ കൂടെ ഉള്ളവർക്ക് ഇതിൽ എന്ത് നല്ലതുണ്ടോ അത് ഞാൻ ഷെയർ ചെയ്യാൻ ഓൾവേസ് ഐ ഡു ദാറ്റ്. പിന്നെ ഞാനിപ്പോ എനിക്ക് ഓഫ് ലേറ്റ് ആയിട്ട് സൈക്കോളജി ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റ്. അത് എത്രമാത്രം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഫീലായി. അതിനെ റിലേറ്റഡ് ആയിട്ട് കോഴ്സ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഫീൽ ആയത്. പിന്നെ ഇത് ഒരു ട്രെയിനിങ് സബ്ജക്റ്റ് ആയിട്ട് മാറ്റാൻ പറ്റും, ഒരു ഫീൽ വന്നത് അങ്ങനെയാണ്. ഞാൻ ഈ കോഴ്സസ് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് കുറെ ടോപ്പിക്സ് നമുക്ക് ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് നമ്മളുടെ മനസ്സിലാക്കണം, അതേ രീതിയിൽ നമ്മളുടെ ഫസ്റ്റ് നിയർ ആയിട്ടുള്ള ആൾക്കാരനെ മനസ്സിലാക്കണം. അങ്ങനെ അതേ രീതിയിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടിയ നോളജും ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് എൻ്റെ മക്കളുടെ അടുത്താണ്. അവരിനെ ജസ്റ്റ് അലേർട്ട് ആക്കാനാണ് വാട്ട് ഈസ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളത്. ബിക്കോസ് നമ്മളിപ്പോ കൂടുതൽ അക്കാഡമിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളേജ് ആണ് കിട്ടുന്നത്. നമ്മൾ പഠിച്ചു, പിന്നെ എങ്ങനെ സൊസൈറ്റിയിൽ ജീവിക്കണം പോലും പഠിപ്പിക്കുന്നില്ല നമ്മളുടെ അതേ രീതിയിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഇതൊന്നും നമുക്ക് നമ്മുടെ ടെക്സ്റ്റുവൽ നോളേജ് കൊണ്ട് കിട്ടുന്നില്ല. സോ എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അത് ഒരുപാട് കിട്ടുന്നുണ്ടെന്ന് ഫീൽ ആയത്. പിന്നെ അതേ രീതിയിൽ ഈ മോർണിംഗ് സെഷൻ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ വർക്കിംഗ് ടൈമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അലോൺ വർക്ക് ചെയ്യണം. അതുകൊണ്ട് ആ വർക്കിംഗ് ടൈം ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് മാക്സിമം ഞാൻ ജോയിൻ ചെയ്യാൻ നോക്കും. അതേ രീതിയിൽ ഇപ്പൊ സൂസൻ മാം പറഞ്ഞ ഒരു പോയിന്റ് വന്നിട്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യണമെന്നുള്ളത്, അത് സംടൈംസ് ഡിഫിക്കൾട്ട് ആയിരിക്കാം. ഇവിടെ ഒരാൾ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെയായിട്ട് ഒരു റീസൺസ് ഉണ്ട്. ബിക്കോസ് ഓൾ ഓഫ് us മോസ്റ്റ്ലി അഡൾട്ട്സ്, ചെറിയ കുട്ടികളല്ല. പക്ഷെ എനിക്കും ഈ ഒരു ഫീൽ ഉണ്ട് ദാറ്റ് വി ഷുഡ് സ്വിച്ച് ഓൺ ദി ഓഡിയോ. ബിക്കോസ് ഈ കേൾക്കുന്ന കാണുന്ന ആൾക്കും ഇറ്റ് വിൽ ബി ബൂസ്റ്റിംഗ് ദെയർ കോൺഫിഡൻസ്, അവർ കോൺഫിഡൻസും ഉണ്ട്. എനിക്ക് ഇത് അങ്ങനെ ഒരു ഫീൽ വരാൻ കാരണം ഞാൻ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സസ് പ്രൊഫഷണൽസിന് എടുക്കുന്നുണ്ട്, സ്റ്റുഡൻസിന് എടുക്കുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ഇവർ കേൾക്കുന്നുണ്ടോ ഇല്ലേ, പ്രത്യേകിച്ച് സ്റ്റുഡൻസ് കേട്ടോ, ഇവിടെ ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമ്മൾ ഒരു ആംഗിളിൽ ഇരുന്നാണല്ലോ പഠിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു, എപ്പോഴും വീഡിയോ ഓൺ ചെയ്യുന്നില്ലല്ലോ കുട്ടികള്. അതെനിക്ക് അവർ കേൾക്കുന്നുണ്ടോ, ഞാൻ പഠിപ്പിക്കുന്നത് അവരിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമുക്കിത് അനലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ മാതിരി പ്ലാറ്റ്ഫോമിൽ ഐ ഡോണ്ട് നോ ഹൗ മച്ച് വി ക്യാൻ ഇൻസിസ്റ്റ് ഓൺ ദാറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വിൽ ബി നൈസ്, ഇറ്റ് വിൽ ബി മോട്ടിവേറ്റിംഗ് ടു അതേഴ്സ്. ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഫൈസൽ സാറിനെ പറയണം പറഞ്ഞാൽ, ഫൈസൽ സാർ, അർച്ചന മാം ഒക്കെ നമ്മളുടെ ഒക്കെ ഒരു എനർജിയാണ്. അവർ നമ്മളെ പോസിറ്റീവ് രീതിയിൽ ചിന്തിക്കാനും നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ ആ ട്രെയിനേഴ്സ് പ്രോഗ്രാം ജോയിൻ ചെയ്തപ്പോൾ. പിന്നെ ഉള്ളത് എനിക്ക് കിട്ടിയ ആ ട്രെയിനേഴ്സ് പ്രോഗ്രാമിന് നമ്മൾ വി ക്യാൻ ബി ഇൻ എനി പാർട്ട് ഓഫ് ലൈഫ്, ബട്ട് ഇഫ് വി ഡിസൈഡ് ടു കം ടുഗെദർ ആൻഡ് മൂവ് ഫോർവേഡ് വി ക്യാൻ ഡു ഇറ്റ് എന്നുള്ളത് വന്നതുകൊണ്ട് ഇപ്പൊ ഓൾറെഡി ഈ ഐ ഡോണ്ട് നോ, വി ആർ ഇൻ ദി ഇൻഫന്റ് സ്റ്റേജ് ആണ്. ബട്ട് ഞങ്ങൾ ബോൾഡ്ലി ഞങ്ങളുടെ ടീമിലത്തെ റാവ് സർ, പിന്നെ JK സർ, റസാഖ് സർ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ, സീന മാം, ഇവിടെ കുറെ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരു 15 മെമ്പേഴ്സ് ഉണ്ട്.
അത് എനിക്കിപ്പോ ഞാൻ എപ്പോഴും ചിന്തിക്കുക എങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തത്, എന്ത് കണ്ടിട്ടാണ് എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാവണില്ല. ബിക്കോസ് നമുക്ക് ഓഡിയൻസ് വേണമല്ലോ, നമ്മളെ കേൾക്കാൻ ഓഡിയൻസ് വേണം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു അറ്റ്മോസ്ഫിയർ വേണം. എന്തായാലും നമ്മൾ തീരുമാനിച്ചു, മുന്നോട്ട് പോയി. ഫൈസൽ സാറും അച്ഛനമ്മയും ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ വി വിൽ ബി സക്സസ്ഫുൾ ഇൻ ദാറ്റ് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഹോപ്പ് സോ. പിന്നെ ഈ മോർണിംഗ് സർക്കിളിനെ കുറിച്ചിട്ട് പറയുമ്പോൾ സജന മാം, പിന്നെ ഇതില് മാമിന്റെ സപ്പോർട്ടീവ് റോൾ ആയിട്ട് പ്ലേ ചെയ്യുന്നത് അൻസാർ സർ, ഇത് ഇവിടെ നല്ല നല്ല ട്രെയിനേഴ്സ്. എനിക്ക് ചിലപ്പോ ഒക്കെ ലൈവായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റുന്നില്ല, വർക്കിന്റെ ഇടയിൽ കേൾക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് വരാറുണ്ട്. സം ഓഫ് ദ ടോപ്പിക്സ് ആർ സോ വാല്യുബിൾ ആൻഡ് സം ഓഫ് ദം ഈ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണ് നടത്തിക്കൊണ്ട്, ഞാൻ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ടാണ് കയറുക. ബിക്കോസ് എനിക്ക് ട്രെയിനിങ്ങിൽ ഇഷ്ടമുണ്ട്, ടീച്ചിങ്ങിൽ ഇഷ്ടമുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ പ്രോപ്പർ ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് പഠിക്കാനുമായിട്ട് ആൻഡ് ഈ ടോപ്പിക്സിനെ കുറിച്ചിട്ട് നോളജ് കിട്ടാനായിട്ടാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് സജന മാം വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഈ ഇതിനെ കൊണ്ടുപോകാൻ. ആൻഡ് ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു കൺഗ്രാറ്റുലേറ്റ് സജന മാം ഫോർ, ആൻഡ് ഓൾവേസ് പ്ലസന്റ് ആണ്. പിന്നെ മാമിന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് സ്റ്റോറി ബേസ്ഡ് ആണ്. ഷി ടുക്ക് ഇറ്റ് ഒരു യൂണീക്ക് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് സ്റ്റോറീസ് ഒക്കെ ഞങ്ങളൊക്കെ ചെറുതാവുമ്പോൾ ഒരുപാട് സ്റ്റോറീസ് കേട്ട് വളർന്നു, ടീച്ചേഴ്സ് ആയാലും ശരി അതൊക്കെ. അപ്പൊ ഇങ്ങനെ ബാക്ക് ടു ചൈൽഡ്ഹുഡ് എന്നുള്ള ഒരു ഫീൽ വരുന്നുണ്ട്. പക്ഷെ ആ ചൈൽഡ്ഹുഡിലൊക്കെ പണ്ട് മോറൽ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ആ സൊസൈറ്റി ഒരു ഡിഫറെന്റ് ആവാൻ കാരണം അതാണ്. ഇന്നത്തെ സൊസൈറ്റിയിൽ അതൊന്നും കിട്ടുന്നില്ല. So definitely all this will be helpful. We should transform this to the society. അത് നമ്മളുടെ ഈ വിംബിൾ ടീമിന്റെ ഒരു പർപ്പസ് ആണ്. ആ പർപ്പസ് നമ്മൾ അച്ചീവ് ആസ് ട്രെയിനേഴ്സ് ഇവിടെ നിന്ന് പഠിക്കുന്നവർ അച്ചീവ് ചെയ്ത് കൊടുക്കണം. And thank you Faisal sir, Archana ma'am, Sajana ma'am and all the persons who regularly attend here, even Susan ma'am, Rao sir, Steffi ma'am, ഇവിടെ ബിജു സർ. ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്ന പേരുകളാണ് റീഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോരാളും ഓരോ ഇൻഡിവിജ്വൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവും ടു മൂവ് ഓൺ വിത്ത് അവർ ലൈഫ്. നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ഡെഫിനറ്റ്ലി ഓൾ ഓഫ് യു Wimble team as such, I congratulate them on this occasion and we'll move on and നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. Another 1 year complete ചെയ്തിട്ട് all of us definitely ഒരു 2 years 3 years ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കട്ടെ എന്നുള്ള എൻ്റെ പ്രേയേഴ്സ് ആൻഡ് സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു ഓൾ. താങ്ക് യു ചന്ദ്ര മാം. Hi, good morning, ma'am. Good morning, all. മോർണിംഗ്. 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 ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു അല്ലേ? നമ്മളുടെ ഒരു 1 year സെലിബ്രേഷൻ, സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വന്നിട്ട് നല്ലൊരു തോട്ട്ഫുൾ സെഷനൊക്കെ നമുക്ക് തന്നു. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും, നമ്മളെല്ലാവരും തന്നെയാണല്ലേ ഈ ഒരു സക്സസിന്റെ പിന്നിൽ. പ്രത്യേകിച്ച് സജന മാം ഇങ്ങനെ ഒരു ദിവസം പോലും അതിനൊരു മുടക്കമില്ലാതെ കൊണ്ടുപോയി അല്ലേ? അപ്പോൾ ഇനിയും അങ്ങോട്ട് ഒരുപാട് നാൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തത് പോട്ടെ എന്ന് നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോഴാണല്ലോ അത് സക്സസ് ആവുന്നത്. അതുപോലെ തന്നെ ഞാൻ മോർണിംഗ് സർക്കിൾ ഏകദേശം ഒരു ഫസ്റ്റ് ടൈമിൽ തുടങ്ങിയിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടായപ്പോൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് പേരിൽ ഒരാളായിട്ട് ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്കും ഭയങ്കര ഒരു പ്രൗഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുറച്ച് ക്ലാസ്സുകൾ എടുത്തു. പിന്നെ നമ്മളെ പേഴ്സണൽ ഗ്രോത്ത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, കുറേ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്തിട്ടും ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആശംസകൾ. നമ്മളെല്ലാവരും തന്നെയാണല്ലേ ഈ ഒരു സക്സസിന്റെ പിന്നിലുള്ളത്. പിന്നെ പ്രത്യേകിച്ച് സജന മാം സ്പെഷ്യൽ താങ്ക്സ്, ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇതൊരു അറേഞ്ച്മെന്റിൽ കൊണ്ടുപോകുന്നതും. പിന്നെ എല്ലാവർക്കും താങ്ക്സ്, പ്രത്യേകിച്ച് ഫൈസൽ സാറ്. ഇങ്ങനൊരു അവസരങ്ങൾ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷിജില മാം. Thank you. ഗുഡ് മോർണിംഗ്. മോർണിംഗ് സർക്കിളിന്റെ Good morning. ആദ്യത്തെ ഒരു 4-5 എപ്പിസോഡിന് ശേഷമാണ് ജോയിൻ ചെയ്യാൻ തുടങ്ങിയത്. ഏറെക്കുറെ ഒരു 300
330ഓളം എപ്പിസോഡ് കയറിയിട്ടുണ്ടാവും തോന്നുന്നല്ലേ? മിക്കവാറും എല്ലാ ദിവസവും കയറാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചും ട്രെയിനർ എന്നുള്ള നിലക്ക് ഗ്രോത്ത് തന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനും പ്രത്യേകിച്ചും കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വളരെയധികം സഹായിച്ച ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ സജിന മാമിന് പ്രത്യേകം അഭിനന്ദനം. 365 ദിവസം കൺസിസ്റ്റൻ്റ് ആയിട്ട്. പല ട്രെയിനേഴ്സും വരില്ല, തലേ ദിവസം പറയും വരുന്നില്ല എന്ന് പറയും, അല്ലെങ്കിൽ വേറെ ഡേറ്റ് വേണം പറയാറുണ്ട്. പലപ്പോഴും ഈ എല്ലാ മാസവും ഡേറ്റുകൾ ഫില്ല് ചെയ്യാറില്ല. അപ്പം പല പല ഗ്രൂപ്പുകളിലൊക്കെ നടന്നിട്ടാണ് ഇങ്ങനെ ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നത്. അപ്പം അതൊക്കെ നല്ലൊരു എഫേർട്ട് തന്നെയാണ്. അപ്പോൾ എഫേർട്ട് എടുക്കുന്നതിന് സജിന മാമിന് പ്രത്യേകം നന്ദി. പിന്നെ എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരു വൻ വിജയമാക്കിയതിൽ എല്ലാവർക്കും അഭിമാനിക്കാം. ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. പിന്നെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഫൈസൽ സാറിനും പ്രത്യേകം നന്ദി പറയുന്നു. നേരത്തെ ആരോ പറഞ്ഞു ഇത് ഈ ഐഡിയ ആരുടെ ആയിരുന്നു എന്ന്. നമ്മുടെ അനു മാം ആയിരുന്നു അല്ലേ? അനു മാം ഇതിങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അനു മാം ജോയിൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. Thank you so much, Rao sir. ഗുഡ് മോർണിംഗ്. ഞാൻ ഷീബയാണ്. ഒരു വർഷം മുന്നേ സജ്ന മാമും പിന്നെ അനു മാമിപ്പം അവരൊക്കെ കൂടിയിട്ടത് ഇങ്ങനൊരു മോർണിംഗ് സർക്കിളിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ ഫൈസൽ സാറിൻ്റെ ഒരു സ്റ്റുഡൻറ് തന്നെയാണ്. ട്രെയിനേഴ്സിൻ്റെ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഫൈസൽ സാർ ഒരുക്കി തന്ന ഒരു വിമൽ അക്കാദമിയുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആൻഡ് ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ആ 2 വേർഡ്സിന് ഏറ്റവും ഉതകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു വർഷത്തെ ഒരു ആനിവേഴ്സറി നമ്മൾ കൊണ്ടാടുന്നത്. അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും ഗോസ് ടു സജ്ന മാം. ഓഫ് കോഴ്സ് പറഞ്ഞ പോലെ ഓരോ ദിവസവും ആരെങ്കിലും പങ്കെടുക്കാൻ ഏതെങ്കിലും ട്രെയിനർ മിസ്സായപ്പോലും അതെങ്ങനെ ഫില്ലാക്കാമെന്ന് ഉറങ്ങി എണീറ്റ് എല്ലാവരും എണീക്കുന്നതിന് മുന്നേ എല്ലാം സെറ്റാക്കി നമ്മളെല്ലാവരും ഈ ഒരു പാർട്ടിസിപ്പൻസിനെ ഒക്കെ ഇവിടെ എത്തിക്കുന്ന ഒരു ഡ്യൂട്ടി ഒരു വലിയൊരു ഡ്യൂട്ടിയാണ്. കാരണം ടൈമാണ് ഇവിടെ ഇഷ്യൂ. എല്ലാവരും ഉറങ്ങുന്ന സമയത്താണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഹാറ്റ്സ് ഓഫ് ടു സജ്ന മാം ഫോർ ദിസ് വണ്ടർഫുൾ. ഈ ഒരു 365 ഡേയ്സ് കംപ്ലീറ്റ് ആക്കാനുള്ള ഒറ്റൊരു കാരണം സജ്ന മാമിന്റെ ഒരു ഡെഡിക്കേഷൻ ആണ്, കൺസിസ്റ്റൻസി ആണ്. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാ ട്രെയിനേഴ്സും ഓരോ ദിവസം എടുക്കുന്ന ടോപ്പിക്സ്, പിന്നെ അതുപോലെ പങ്കെടുക്കാതെ ഈ ഒരു മോർണിംഗിൽ 5:30 വന്ന് ജോയിൻ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു മനസ്സ്. ഐ തിങ്ക് ഇറ്റ് ഹാസ് ബിക്കം എ ഹാബിറ്റ് ഫോർ എവ്രി വൺ. ഇതൊരു സാധാരണ നോർമൽ ഒരു ഡെയിലി ഒരു റൂട്ടീൻ ആയിട്ട് മാറിയിരിക്കുകയാണ്. സോ ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദിസ് ആൻഡ് ഈവൻ മോർ ഇയേഴ്സ് ഓഫ് വാട്ട് ദിസ്. ഇന്നത്തെ ഈ ഒരു ദിവസം പോലെ തന്നെ ഇനി അടുത്ത വർഷം, അതുപോലെ ഇനിയും ഓരോ വർഷങ്ങളും നമ്മൾ ഇതുപോലെ തന്നെ കൂടാനും ഇനിയും ഒരുപാട് പാർട്ടിസിപ്പൻസ്. കാരണം ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ പാർട്ടിസിപ്പൻസ് ഇതിനെ കൊണ്ട് ഉണ്ടാകുന്ന ഗുണമാണ്. ഇതില് ഓരോ ട്രെയിനേഴ്സിനും കാരണം ഓരോരുത്തർക്കും ഓരോ അറിവുകൾ ഉണ്ടാവും. നമുക്കില്ലാത്ത ഓരോ ട്രെയിനേഴ്സിന് വ്യത്യസ്തമായിരിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് ഈച്ച് ആൻഡ് എവറി വൺ ഹു ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദിസ്. അപ്പോൾ ഏതായാലും ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക് ആൻഡ് ബെസ്റ്റ് വിഷസ് to each one, and especially Wimbledon Academy. Faisal sir, once again, thank you. Thank you so much, Shiba ma'am. Shiba ma'am തുടക്കത്തിൽ നമ്മളെ ഡിസ്കഷനിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. നമ്മളിങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും വിളിച്ചപ്പോൾ വന്നതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. ബിജു സാർ പറയണോ? ഇല്ല യു ക്യാൻ. ഓക്കെ. അപ്പം ഇവിടെ ഇപ്പൊ ഈ സമയത്ത് ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഫൈസൽ സാറിന്, അർച്ചന മാമിന്, പിന്നെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടു നടക്കുന്ന സജന മാമിന്, പിന്നെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അഡ്വക്കേറ്റ് നജ്മ മാം,
നല്ലൊരു മെസ്സേജ് ആയിരുന്നു പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പേരൻസ് പൊതുവെ പറയാറുണ്ട് അവർക്കൊരു സ്വപ്നമുണ്ട് മക്കളെ കുറിച്ച് എന്ന്. കൂടുതലും പേരൻസ് പറയാറുണ്ട് അവരുടെ സ്വപ്നങ്ങൾ പോലെയാണ് മക്കളെ വളർത്തുന്നതെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ പറയുന്നത് മക്കൾക്കും ഒരു സ്വപ്നമുണ്ട്. അവരുടെ സ്വപ്നം കാണാനും അത് പ്രാവർത്തികമാക്കാനും അവരെ അനുവദിക്കുക എന്നതും കൂടിയാണ്. കൃത്യമായിട്ട് തീർച്ചയായിട്ടും നജ്മ മാം പറഞ്ഞത് വളരെ നല്ലതാണ്. അപ്പൊ ഓരോ ദിവസവും ഓരോ മോർണിംഗും നമുക്ക് ഇങ്ങനെ എന്താ പറയുക, ഓരോ പുതിയ പുതിയ അല്ലെങ്കിൽ നല്ല നല്ല ആശയങ്ങൾ പങ്കുവെക്കാനും കേൾക്കാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ ദിവസം എനിക്ക് അലോട്ട് ചെയ്ത് തന്ന സ്ലോട്ടായിരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം സജന മാം എനിക്കൊരു മെസ്സേജ് ഇട്ടിരിക്കുന്നു, ഇന്ന് ഒരു വർഷം തികയുന്ന ദിവസമാണ്, അപ്പൊ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാനുണ്ട്, അപ്പൊ സ്പെഷ്യൽ ഗസ്റ്റിനെ വേണമെന്ന്. അപ്പൊ നമ്മള് ഒരു നല്ല ഒരു എന്താ പറയുക ഫോളോവർ എന്നുള്ള നിലയ്ക്ക് ഹൈക്കമാൻഡ് പറയുന്നത് അംഗീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നല്ല വശം എന്നതുകൊണ്ട് ഞാനത് എന്താ പറയുക വളരെ സന്തോഷത്തോടു കൂടി എന്താ പറയുക അതിൽ ഭാഗമാകുക, അതിൽ പങ്കെടുക്കുക. അപ്പൊ എനിക്ക് ഇതിന്റെ ഭാഗമായി രാവിലെ ഇവിടെ വന്നിരുന്ന് ഇത്രയും സംസാരിക്കാനും നിങ്ങളോട് സംവദിക്കാനും കഴിയുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അത് ഇതിൽ പങ്കെടുക്കുന്ന, ഇതിൽ ഭാഗവാക്കായിരിക്കുന്ന ഇന്നിപ്പോ 35ഓളം പേരുണ്ട്. അപ്പം അതൊരു വലിയ ഒരു സന്തോഷമാണ്. നമുക്ക് രാവിലെ നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുക എന്നുള്ളതും വലിയൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ പ്രഭാതങ്ങള് എന്താ പറയുക വളരെ ഊർജ്ജസ്വലമായിട്ട് തുടങ്ങാനായിട്ട് രാവിലെ ഈ ഒരു മോർണിംഗ് സർക്കിളിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോധപൂർവം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഓരോരുത്തരോടും അഗൈതവുമായ നന്ദി, വളരെയധികം സന്തോഷം. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഞങ്ങൾ 23rd ബാച്ചില് സൂസൻ മാമ എപ്പോഴും ഇവിടെ ആക്റ്റീവായിരിക്കുന്ന ഒരാളാണ്, എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ ഓരോരുത്തരോടും ചന്ദ്രാമാമും ഇടയ്ക്കിടയ്ക്കുള്ള ആളാണ്, റാവു സാറും എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ വ്യക്തിപരമായ ഒരു നന്ദിയും കൂടി, പ്രത്യേകിച്ച് വിമ്പിൾ ഫൈസൽ സാർ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു. Thank you so much, ബിജു സർ. താങ്ക് യു സോ മച്ച്. എന്തായാലും മോർണിംഗ് സർക്കിള് സംബന്ധിച്ചിടത്തോളം നമ്മൾ തുടക്കത്തിൽ ഒരുപാട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ് മോർണിംഗ് സർക്കിളിന്റെ ഇതില്. ഇപ്പൊ കുറച്ച് നാളായിട്ട് നാട്ടിൽ പോകാൻ ശേഷം പങ്കെടുക്കാൻ പറ്റാറില്ല. എന്നിരുന്നാൽ പോലും മോർണിംഗ് സർക്കിൾ ഇത് ഒരു റുട്ടീന്റെ ഭാഗമാക്കിയിട്ട് ലൈഫിൽ ഒരുപാട് നല്ല നല്ല പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാന് അൻസാർ സാറൊക്കെ ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ആക്ടിവേറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഫീഡ്ബാക്ക് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം ഇപ്പോ 1 year ആവുമ്പോ. പിന്നെ അതുപോലെ നമ്മളുടെ ഗസ്റ്റ് നജ്മ തബ്സീറ, അവര് സത്യം പറഞ്ഞാൽ ഇപ്പൊ മെസ്സേജ് ഉണ്ടായിരുന്നു, ഒരു യാത്ര പുറപ്പെടാൻ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു തിക്കും തിരക്കിലും കുറച്ച് ലേറ്റ് ആയതാണ്. ശരിക്ക് അത് വല്ലാതെ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ മെസ്സേജ് ചെയ്തിരുന്നു. എന്തായാലും അവരുടെ ഒരു സെഷന് അവര് നല്ലൊരു, നമ്മൾക്ക് സത്യം പറഞ്ഞാല് നല്ലൊരു ഗസ്റ്റിനെ കിട്ടിയത് തന്നെ മോർണിംഗ് സർക്കിളിന്റെ ഒരു സത്യം വല്ലാത്തൊരു മാറ്റുകൂട്ടി. അവരുടെ പോലെ ഒരു വൈബ്രന്റ് ലീഡർ എന്ന് പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ട്രെയിനർ, നമുക്ക് എല്ലാ രീതിയിലും അവരെ കാണാം. നമ്മളെ മോർണിംഗ് സർക്കിളിന്റെ സത്യം പറഞ്ഞാല് ഒരു വലിയൊരു ബെനിഫിറ്റ് ആയി അവരെ പോലെ ഒരാളുടെ ടോക്ക്. ഇതുപോലെ എന്റെ വൈഫിനൊക്കെ സ്ഥിരമായി കേൾക്കാനുള്ള പോസിറ്റീവ് മെസ്സേജ്, ഏത് വേദിയിലും കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അവരെ പോലെ ഒരു വ്യക്തിത്വം നമ്മളുടെ എന്താ ഈ ഒരു ഫസ്റ്റ് ആനിവേഴ്സറിക്ക് വന്നത് എന്തായാലും നമ്മളുടെ ഒരു മാറ്റു കൂട്ടുന്നതായിരുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു എഫർട്ട് എടുത്ത് ഇവിടെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സന്തോഷം. Thank you so much, sir.
ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ് പറയണ സമയത്ത് സൂസൻ മാമിന്റെ ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് തിരിച്ചു കിട്ടാൻ ഇഷ്ടം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരു പ്രത്യേകത, ഒരു എനർജിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മോർണിംഗ് സർക്കിൾ പറഞ്ഞ് അങ്ങനെ ഇട്ടാൽ പറ്റൂല എന്ന് തോന്നുന്നു. ശരിക്ക് വേൾഡ് എനർജി ബൂസ്റ്റിംഗ് സർക്കിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഒരാള് നമുക്കുണ്ട്, ഓരോരുത്തരായിട്ട്. ഇനിയിപ്പോ നേരത്തെ കേരളത്തിൽ ഒതുങ്ങുന്നതൊന്നുമല്ല നമ്മുടെ മോർണിംഗ് സർക്കിള്. ലണ്ടൻ, അമേരിക്ക, ജർമ്മനി, സൗദി അറേബ്യ, കുവൈത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ UAE-യിലൊക്കെ നമ്മുടെ എല്ലാ പാർട്ടിസിപ്പൻസും ഉണ്ട്. ഒരുപാട് സന്തോഷമാണ് ഇത് സെഷനിലൊക്കെ നമ്മൾ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ. ശരിക്കും പറഞ്ഞാല് ലൈഫ് ഒരുപാട് മാറിയിട്ടുണ്ട്. ഉറക്കം തന്നെ കൃത്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ഞാൻ 100ാമത്തെ സെഷനിൽ സംസാരിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരിക. തൊട്ടടുത്ത് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് 365 ആയതുപോലെയാ തോന്നുന്നത്. ഭയങ്കര അടുത്തായി എന്ന് വെച്ചാല് 100ാമത്തെ സെഷനിലൊക്കെ ആയപ്പോഴേക്കും ഞാൻ എൻ്റെ റൊട്ടീനൊക്കെ കറക്റ്റ് ആയിട്ട് മാറ്റി. മോർണിംഗ് സർക്കിളിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ തന്നെ കിടന്നുറങ്ങും. 12 മണിക്കായാലും ഒരു 11 മണി, എപ്പോ ഉറങ്ങി കഴിഞ്ഞാലും ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മോർണിംഗ് സർക്കിളിന്റെ ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോ ഒരു ദിവസം, ഓരോ ദിവസവും നമ്മള് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരൊക്കെ ഏകദേശം അറിയാം അവര് എത്രത്തോളം മാറുന്നുണ്ടോ. ഈ ഇത്രയും കാലം കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മോർണിംഗ് സർക്കിളൊക്കെ കേട്ടിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ഡെയിലി മോട്ടിവേഷൻ സ്പീച്ച് ഡെയിലി ഇതാണ് ഈ മോർണിംഗ് സർക്കിളിലൂടെ ഓരോരുത്തരായിട്ട് ഓരോ ട്രെയിനേഴ്സും വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഓരോ ട്രെയിനേഴ്സും വന്ന് ക്ലാസ് എടുക്കുന്നത്. ഈവൻ ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുന്നവര് വരെ അത്ര ക്വാളിറ്റി ക്ലാസ്സസ് ആണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഓരോരുത്തരും. എല്ലാവർക്കും മോർണിംഗ് സർക്കിളിന് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ലിഫ്ന മാമിന് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരുപാട് നന്ദിയുണ്ട് ലിഫ്ന മാമിന്. പിന്നെ ഞങ്ങളുടെ കുറച്ചൊരു കൂട്ടായ്മ ഇതില് സ്ഥിരമായിട്ട് ഫസ്റ്റ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് പറഞ്ഞ പോലെ ഒരു റൗസ് സാറ്, ഫവാസ് സാറ്, ലിഫ്ന മാം ഒക്കെ തന്നെ ആയിരുന്നു ഇതിന്റെ ഫസ്റ്റ് കുറച്ച് എല്ലാ ദിവസവും ക്ലാസ് കുറച്ച് ആളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോ ഞാൻ എന്തായാലും എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോർണിംഗ് സർക്കിളിലെ ക്ലാസ് കേൾക്കുക എന്നുള്ളത്. അത് മിസ്സായി കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു ആ ദിവസം സ്റ്റാർട്ടിങ് എന്തോ ഒരു അസ്വസ്ഥത നിറഞ്ഞതുപോലെയാണ് പിന്നെ അങ്ങോട്ട്. എനിവേ അടിപൊളി സെഷൻ ആയിരുന്നു. പിന്നെ ഇന്നത്തെ ഗസ്റ്റിനെ വിട്ടോ നമ്മളെ സാർ സമീനുണ്ട്. ആ ടീമിനോട് ജസ്റ്റ് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആൻസർ ആണ് അവിടെ. അങ്ങനെ ഒരു അടിപൊളി ടീം തന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനുള്ളത് ഈ മോർണിംഗ് സർക്കിളിലൂടെ തന്നെയാണ് കിട്ടിയത്. ആ ടീമിലും ഒരാളാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. അപ്പോൾ ഇന്നത്തെ ഇവിടെ നമ്മുടെ ഗസ്റ്റിനെ എത്തിച്ച നമ്മുടെ ഫവാസ് സാറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ഓരോരുത്തർക്കും അടിപൊളിയാക്കി നമുക്ക് അന്ന് 100 പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു 100 അല്ല 1000 ക്ലാസ്സുകൾ പിന്നിടുമ്പോഴും ഇതുപോലെ തന്നെ എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു. നന്ദി, എല്ലാവർക്കും നന്ദി. എല്ലാവരും ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഉണ്ടാവട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ. ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്ഥിരം ട്രെയിനറും ആൻഡ് പാർട്ടിസിപ്പന്റ് ആണ്. ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ റൗസ് സാറിനെയും അല്ലെങ്കിൽ അൻസാർ സാറിനെയാണ് ഏൽപ്പിക്കാറ്. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടല്ലോ? ഞാൻ ചെറിയൊരു യാത്രയിലാണ്. മോൾക്ക് ജെയിന്റെ അഡ്വാൻസ് എക്സാമിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ക്ലാസ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇനാഗുറേഷൻ സെഷനും ഫൈസൽ സാറിന്റെ വാക്കുകളെല്ലാം കേട്ടു. വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷം തന്നെയാണ്. കാരണം 365 ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ വിംബിളിന്റെ മോർണിംഗ് സർക്കിൾ അത് എത്രത്തോളം വളരെ ഒരു വലുതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ശരിക്കും നമ്മൾ പറയാറില്ല ഒരു സ്ഥലത്ത് പയറ്റി തെളിയാനുള്ള ഒരു സ്ഥലം കിട്ടി എന്നുള്ളത്. അതാണ് എന്നെ സംബന്ധിച്ച് തീർത്തും വിംബിൾ അക്കാഡമി എന്ന് പറയുന്നത്. ഞാൻ നിസാവ് സാർ വഴിയാണ് വിംബിളിനെ കുറിച്ച് അറിഞ്ഞതും അങ്ങനെ ഫൈസൽ സാറിനെ കോൺടാക്ട് ചെയ്തപ്പോൾ സാറാണ് മോർണിംഗ് സർക്കിളിലേക്ക് സജസ്റ്റ് ചെയ്തതും
ഏതായാലും ആ ഒരു പ്ലാനിങ് വളരെ നല്ലത് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, അതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു ആ സമയത്തുള്ള ഒരു ഡിസിഷൻ, മോർണിംഗ് സർക്കിളിലേക്ക് വരാനുള്ള ഒരു ഡിസിഷൻ വളരെ ഏറ്റവും നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് തന്നെ ഞാൻ ഇന്ന് ജീവിതത്തിൽ ഞാൻ ഓർക്കുകയാണ്. കാരണം അതിലൂടെയാണ് ഞാൻ ഒരു ട്രെയിനിങ് കഴിഞ്ഞ ആളാണെങ്കിൽ പോലും ട്രെയിനേഴ്സിന്റെ ബാച്ച് 22-ല് എത്തിയപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ലിമിറ്റേഷൻ എന്ന് കറക്റ്റ് ആയിട്ട് ഫൈസൽ സാർ പറഞ്ഞു. അതായത് ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ കുറവും പിന്നെ ടീച്ചിങ് എന്നുള്ള രീതിയിൽ നിന്ന് ട്രെയിനറിലേക്ക് ഒരുപാട് ദൂരം ഇനിയും പോവേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും കഴിഞ്ഞത് എനിക്ക് ആ ഒരു ബാച്ചിൽ എത്തിയതിന് ശേഷമാണ്. അവിടെ അർച്ചന മാമിന്റെയും ഫൈസൽ സാറിന്റെയും നല്ലൊരു ഗൈഡൻസോട് കൂടി, അതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ആ ബാച്ചിലെ എല്ലാ കൂട്ടുകാര്, ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോഴും അത് ബോണ്ടായിട്ട് അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു ആളുകൾ. അതോടൊപ്പം തന്നെ മോർണിംഗ് സർക്കിളിലെ ഓരോരുത്തരും, ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ട്രെയിനിങ് സെഷന് വേണ്ടി പോയ സമയത്ത് എനിക്ക് ആ തൃശ്ശൂരൊക്കെ ഇപ്പൊ എന്റെ എന്തൊരു സ്വന്തം ഒരു നാട് പോലെ തോന്നുന്നു ആ സ്ഥലത്തൂടെയൊക്കെ പോയ സമയത്ത്. കാരണം ഒരുപാട് പേര് നമ്മുടെ അറിവിലുള്ള ആളുകൾ തൃശ്ശൂർ മാത്രമല്ല കേട്ടോ, പല സ്ഥലങ്ങളിലും ഈ ഒരു ഈ ഒരു മോർണിംഗ് സർക്കിളിൽ വന്നതിന് ശേഷം ഇവിടെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ ഒരു സെഷൻ കിട്ടിക്കഴിഞ്ഞാല് ഞാൻ ഓക്കെ പറയണം എന്നുള്ളത് പഠിച്ചത് ഫൈസൽ സാറാണ് എന്നെ പഠിപ്പിച്ചത്. അതായത് ഏതൊരു ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മള് തള്ളിക്കളയരുത്. ഏതൊരു ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ പോലും അത് ഏറ്റെടുത്ത് ചെയ്യണം എന്നുള്ളത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയതും പഠിപ്പിച്ചതും ഫൈസൽ സാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് ഓരോ അവസരങ്ങൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ താങ്ക്സും കൂടെ ഞാൻ എന്താ പറയാ, എൻ്റെ ഒരു നന്ദി കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും ഇമ്പിൾ അക്കാഡമിയോടും ഞാൻ അറിയിക്കുകയാണ്. ഒന്നെങ്കിലും ഞാനൊരു ട്രെയിനർ എന്നുള്ള രീതിയിലേക്ക് ഒന്നുകൂടി അറിയപ്പെടാൻ എവിടെ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ്. എന്നിരുന്നാലും ആ ഒരു രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞത് വിമ്പിളിലും അതുപോലെ തന്നെ ഈ മോർണിംഗ് സർക്കിളിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ആദ്യമായിട്ട് മോർണിംഗ് സർക്കിൾ 100-ന്റെ മുൻപേ ആണ് എത്തിയത്. അതിലുള്ള ഫസ്റ്റ് എന്റെ ടോപ്പിക് പ്ലാനിങ് എ കീ ടു സക്സസ് എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ആ സെഷൻ എടുത്ത് വെറുതെ വീണ്ടും ഒന്ന് കാണാറുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ ഒരു സെഷനും ഇപ്പോഴുള്ള നമ്മുടെ സെഷനും അല്ല എത്രത്തോളം ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശരിക്കും കഴിയും. ഓരോരുത്തരും അതും കൂടെ നമ്മളൊന്ന് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അപ്പോഴാണ് നമുക്ക് ഈ ട്രെയിനേഴ്സ് ബാച്ചിൽ എത്തിയപ്പോഴും ട്രെയിനർ കോഴ്സിന്റെ ആ ഒരു ബെനഫിറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ പറയാണ് നിങ്ങളോട്. അതോടൊപ്പം തന്നെ സുസൻ മാം, ഇങ്ങനെയുള്ള എല്ലാവരും, ലിഫ്ന മാം, അങ്ങനെ ഒരുപാട് പേര്, ജിഷ മാം, എന്താണ് ഞങ്ങളുടെ ആ ഒരു ബാച്ച് കൂടാതെ ഒരുപാട് പേര്, അൻസർ സാറൊക്കെ തന്നെ നല്ലൊരു സൗഹൃദ കൂട്ടായ്മ തന്നെ ഈ മോർണിംഗ് സർക്കിളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ സന്തോഷം കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് നജ്മ മാമിന്റെ വാക്കുകൾ വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. മാമിന്റെ അന്നത്തെ ഓരോ കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ച് തന്നത്. ഇതുപോലെ തന്നെ ഫൈസൽ സാറിനും ഇതുപോലെ ഇന്നത്തെ ഈ മോർണിംഗ് സർക്കിളിന്റെ എന്താ പറയാ, ശരിക്കും മോർണിംഗ് സർക്കിളിന്റെ ഈ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സജിത മാമിനോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മുടെ ഒരു 365 അല്ലാത്ത ഒരുപാട് ദിവസങ്ങൾ നമുക്ക് കടന്നു പോവാൻ നമ്മളുടെ ഈ ഒരു മോർണിംഗ് സർക്കിളിന് കഴിയട്ടെ എന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്താണ്. ഓരോരുത്തരോടും തന്നെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. താങ്ക് യു. Thank you so much, Sina ma'am. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ ഹേമലത. ഞാനും ഒരുപാട് കാലമായിട്ട് മോർണിംഗ് സർക്കിൾ കേൾക്കാറൊക്കെ ഉണ്ട്. വീഡിയോയിൽ അപ്പം അധികം വരാറില്ല. ഇന്നും കുറച്ച് സുഖമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മാറിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ലൈവ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ റെക്കോർഡിങ് കേട്ട് കഴിയുന്നത്ര എല്ലാം നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി തരുന്ന ഒരു ഗ്രൂപ്പ് തന്നെയാണ് മോർണിംഗ് സർക്കിൾ ആയാലും. അത് കൃത്യമായിട്ട് ഞാൻ എന്നും നോക്കും. 5:30 കൃത്യം ജോയിൻ ഓൾ എന്ന് പറഞ്ഞ് സജ്ന മെസ്സേജ് ഇടുമ്പോൾ ഞാൻ ഓർക്കും എത്ര കൃത്യമായിട്ട് അത് റെഡിയായി. എന്നും ഈ ഒരു വർഷം 365 ദിവസം അത് ചെയ്യുന്ന സജ്നയെ പ്രത്യേകം
അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് മാത്രം ഇത്രയും ഇപ്പം സജ്ജന ഇല്ലെങ്കിൽ വേറെ ഒരാൾ അതിന് തുടക്കമിടുക എന്നൊക്കെ ചെയ്യുന്നുണ്ട്. 1-2 പേരെല്ലാം അതിലേക്ക് വരുന്നുണ്ട്. എങ്കിലും എല്ലാ ദിവസവും ഇത് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഫൈസൽ സാറിന് ഈ വിംബിൾ അക്കാഡമിക്ക്, അതുപോലെ ബാക്കിയുള്ള ട്രെയിനേഴ്സ് നിസാ സർ, അർച്ചന മാം, ഞാൻ കുറേ ക്ലാസ്സുകൾ അല്ലാത്ത കോഴ്സുകൾ ഒക്കെ പങ്കെടുത്തു. ഇപ്പം ഞാൻ 24th ബാച്ചിലെ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രത്യേകം പറയേണ്ട, എല്ലാവരും പറയണ പോലെ സൂസൻ മാമിനെ കണ്ടുകൊണ്ട് പറയുന്ന സന്തോഷം, അത് എല്ലാവരും പറയുന്ന, രാവിലെ നല്ല ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയിൽ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്ത് ഒക്കെയുള്ള സൂസൻ മാം, ചന്ദ്ര മാം, ബാക്കി എല്ലാവരും ഓരോരുത്തരും. പിന്നെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തിയ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ. ഞാൻ പെരിന്തൽമണ്ണ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വള്ളുവനാടൻ സാംസ്കാരിക വേദി എന്ന ഗ്രൂപ്പിലുണ്ട്. അവിടെ എപ്പോഴും നജ്മ തബ്ഷീറ എന്ന പേര്. അപ്പൊ ഇന്നലെ ഇത് കണ്ടപ്പോഴേ ഞാൻ ഇത് നമ്മുടെ നജ്മയാണോ അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു. എന്തോ എനിക്ക് നല്ല പരിചയമുള്ള ആളെ പോലെയാ, ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല എങ്കിലും. അങ്ങനെ എല്ലാവരെയും, ഒരുപാട് പേരെ പോസിറ്റീവായ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാനും അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി നേരത്തെ എഴുന്നേൽക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാനും ചെയ്യാനും നന്മയുള്ള മനുഷ്യരായി മാറാനും ഒക്കെ സഹായിക്കുന്ന മോർണിംഗ് സർക്കിളിന് പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. എല്ലാ പാർട്ടിസിപ്പൻസിനും ട്രെയിനേഴ്സിനും ബാക്കി എല്ലാവർക്കും പ്രത്യേകം നന്ദി, സ്നേഹം. Thank you, ma'am. Thank you, Hemlata ma'am. Thank you so much. ഹലോ, Thank you. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട് മാം, പറഞ്ഞോളൂ. എൻ്റെ പേര് ഇന്ദിരമാണ്. ഞാനിവിടെ അടുക്കളയിലെ കുറച്ച് തിരക്കിലാണ്. അപ്പൊ അതാ വീഡിയോ ഓൺ ആക്കുന്നതിൽ കുഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെ അഭിപ്രായം പറയാതിരിക്കാൻ കഴിയണില്ല. 365 ദിവസം വിൻബിൾ മോർണിംഗ് സർക്കിൾ എത്തി എന്ന് പറയുമ്പോൾ വലിയൊരു അതിശയമുള്ള ഒരു കാര്യമാണ്. ഞാന് CBT കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് വിൻബിളായിട്ട് എത്തിപ്പെടുന്നത്. അപ്പോൾ അത് കുറച്ചൊക്കെ കഴിഞ്ഞ് 2-3 കോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ മോർണിംഗ് സർക്കിളിന്റെ പുതിയൊരു ലോഞ്ച് എന്നുള്ള രീതിയിൽ ക്ലാസ്സുകളും ഒക്കെ കണ്ടിരുന്നു. പക്ഷെ അന്ന് സത്യം പറഞ്ഞാൽ മോർണിംഗ് സർക്കിള് എന്ന് പറഞ്ഞപ്പോ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മോർണിംഗ് സർക്കിൾ എന്ന് വിചാരിച്ചാൽ നമ്മൾ കുറെ എന്താ പറയാ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനത് തുറന്നു പറയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ പ്രതീക്ഷിച്ചതല്ലല്ലോ കിട്ടിയത് എന്നല്ല. ഒരൊറ്റ ക്ലാസ്സിൽ ഞാൻ കയറിയപ്പോ ആ ക്ലാസ്സിൽ ഇതെന്തപ്പോ എല്ലാവരും രാവിലെയും ക്ലാസ്സുകൾ എടുക്കുകയാണ്, ആ ഒരു രസമില്ലല്ലോ എന്നുള്ളത്. പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും ഈ ക്ലാസ്സുകളുടെ റെക്കോർഡൊക്കെ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് എത്തി. ആ മോർണിംഗ് സർക്കിളിന്റെ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരും ഒരു എന്താ പറയാ പ്രായഭേദമന്യേ ഇല്ലാതെ യാതൊരു താരതമ്യവും ഇല്ലാണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോ അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഒരു സന്തോഷം തോന്നി. അപ്പൊ ഞാൻ വീണ്ടും ക്ലാസ്സുകൾ കേൾക്കാനും ഓൺലൈനിൽ ഇല്ലെങ്കിലും റെക്കോർഡെങ്കിലും ഞാൻ കേൾക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെയാണ് പിന്നെ ഓരോരോ ക്ലാസ്സുകൾ ഇങ്ങനെ കേട്ട് ഗ്രൂപ്പിൽ കുറച്ചിങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങി. അതായത് നമുക്കും അതിലൊരു പാർട്ടിസിപ്പന്റ് ആവാം എന്നുള്ളൊരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് എത്തി എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലൊരു എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്താണ് നിസാബ് സർ പറഞ്ഞത്, മാമിന്റെ ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതും മനസ്സിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ചെറിയൊരു വിത്ത് പാകുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ നിസാബ് സർ പാകിയ ഒരു വിത്താണ് മാമിന്റെ ക്ലാസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നുള്ളത്. അങ്ങനെ അത് കുറെ കോഴ്സുകളൊക്കെ എടുത്തു. പിന്നെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിൽ എത്തിപ്പെട്ടപ്പോഴാണ്
വീണ്ടും നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഒരു അവസരം വന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്തിപ്പെടണം എന്നുള്ളതും ഞാനൊരു റെമഡൽ ട്രെയിനറാണ്. അപ്പൊ നമ്മളുടെ മുന്നിൽ ഇരിക്കുന്ന കുട്ടിയില് നമ്മൾ ഇതുവരെ പോയിരുന്ന ഒരു മാറ്റങ്ങളല്ല, ഇനിയും അതിൽ എത്രയോ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും എന്നുള്ളതും, അതിന് കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതും, അതിന് വേണ്ട എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് വിൻബിളുടെ അടുത്ത് നിന്നുള്ള ഒരു സഹായം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഒരു വാക്ക് മതി ഒരു വ്യക്തിനെ മാറ്റത്തിന് വിധേയരാക്കാൻ അല്ലെ. അപ്പോ അങ്ങനെ ഒരുപാട് വിൻബിളിലുള്ള ഒരുപാട് ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്യാനും നല്ല സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും, നല്ല അഭിപ്രായങ്ങളാണെങ്കിലും ചെറിയ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കാനും ഒക്കെ ഒരു തുറന്ന മനസ്സാണ് വിൻബിൾ എപ്പോഴും നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് മോർണിംഗ് സർക്കിളിൽ വേണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. കാരണം നമ്മള് ഇംപ്രൂവ് ആവുക എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മളിലുള്ള ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതും വലിയൊരു എന്താ പറയാ ഒരു വലുതും ചെറുതും ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 365 ദിവസം നമ്മൾ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്നലെ കഴിഞ്ഞ പോലെയാണ്. എങ്ങനെയാണ് ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കായിരുന്നു, 365 ദിവസം ഇത്ര പെട്ടെന്നൊക്കെ ആയോ എന്നുള്ളത്. പക്ഷെ അതിന് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വീട് കൊണ്ടു നടക്കുമ്പോ അതിന് അച്ഛനും അമ്മയും മക്കളും ഏട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ടാവും അല്ലെ. പക്ഷെ ഇവിടെ നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മുടെ ഫൈസൽ സാറ് അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഹാൻഡ്സ് ടു ഫൈസൽ സർ. പിന്നെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്ലാസ്സുകൾ സെഷൻ എടുക്കുന്നതിന്റെ മുന്നേ 2 ദിവസം മുന്നേ തന്നെ മാം മറന്നിട്ടില്ലല്ലോ, സർ മറന്നിട്ടില്ലല്ലോ, നാളെയാണ് മറ്റന്നാളാണ്, അപ്പൊ ഫോട്ടോയും ടോപ്പിക്കും കണ്ടെത്തണേ എന്ന് പറയുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് എത്തിയല്ലോ, അതൊരു ഓർമ്മിപ്പിക്കലും കൂടിയാണ്. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. വീണ്ടും ഒരു എന്താ പറയാ ഒരു ആങ്സൈറ്റിയാണ്, കൂടുതൽ ചെയ്യണം, ഇതിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം നല്ലൊരു കോർഡിനേറ്റർക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സജ്ജന മാം, താങ്ക് യു. നിങ്ങൾ നല്ലൊരു കോർഡിനേറ്റർ ആണ്. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഇതിൽ ഓരോ വ്യക്തിയും സത്യം പറയാലോ ഒരാളോ രണ്ടാളോ എന്നുള്ളതല്ല, നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ, നമ്മൾ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ളത് അത് നമ്മളുടെ തലയിൽ വിധിച്ചിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള പുതിയ പുതിയ ആളുകളുടെ ഒക്കെ പരിചയപ്പെടാനും ഇനിയും അപ്പോ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സൂസൻ മാമിന്റെ ആ ഒരു മുഖം കണ്ടിട്ട് ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്, ചന്ദ്ര മാമിന്റെ ഒക്കെ. അപ്പം എല്ലാവർക്കും ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയണില്ല, ഇതിന് ഒരുമിച്ചിട്ട് എല്ലാവരും നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയൊരു സന്തോഷം. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിൻബിൾ ടീമിന് ഒരു വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ നേരുകയാണ്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈസൽ സർ, താങ്ക് യു നിസാബ് സർ, താങ്ക്സ് ടു ഓൾ. താങ്ക് യു സോ മച്ച് മാം. അപ്പൊ നമ്മളുടെ മൈൻഡ് അപ്പ് സെഷനിലേക്ക് കടക്കാല്ലേ? അതെ അതെ പറയാൻ ഞാൻ തോന്നുന്നു. അപ്പൊ നമ്മുടെ ഗസ്റ്റ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറൊരു യാത്രയിലാണ് ക്ലാസ്സിന് വേണ്ടിയിട്ട്. നമ്മുടെ ടീം കുറച്ച് പേര് അതിലുണ്ട്. ഷെജില മാം, വർഷ മാം ഉണ്ടെന്ന് തോന്നുന്നു, കാണുന്നില്ല ശരിക്കും. അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ സ്റ്റെഫി മാമിന്റെ ഒരു മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു, ഫൈസൽ സാറിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് അഡ്വക്കേറ്റ് നജ്മ മാമിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഫീഡ്ബാക്കുകളും അതുപോലെ നമുക്ക് ഈ നജ്മ മാമിനെ ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ള ഫവാസ് സാറ്, എല്ലാവർക്കും നന്ദി പറയാണ്. നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് നമ്മളുടെ വിൻബിൾ അക്കാദമിയുടെ നെടുംതൂണും സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട
നിസാവ് സാറിനെ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്, ഇൻവൈറ്റ് ചെയ്യാണ്. നിസാവ് സാറ് കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യാണ് വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതെ ഞാൻ അത് വേണം, അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. കട കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഞങ്ങള് പിന്നെ തിരൂര് മലപ്പുറത്ത് ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാണ്. അതില് ഒരു സന്തോഷം, നമ്മളെല്ലാവരും കുറെ ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞപ്പോ അതിലൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രഹന മാം, നമ്മുടെ മോർണിംഗ് സർക്കിളിലേക്ക് കയറുന്ന രഹന മാമിന്റെ പിന്നെ സെന്ററിലാണ് നമ്മൾ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അപ്പോ അതൊരു നമുക്കൊരു വലിയൊരു ഇനിഷ്യേറ്റീവ് ആണ്. മാം ഒരുപാട് കാലത്തെ സ്വപ്നമാണ് മാം ഒരു ട്രെയിനിങ് സെന്റർ തുടങ്ങണം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് സെന്റർ തുടങ്ങണം എന്നുള്ളത്. അപ്പൊ അത് വിമ്പിൾ ത്രൂ നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അവിടെ ഒരു പിന്നെ ഒരു നല്ല തുടക്കം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോ നമ്മളുടെ ഒരു ഡ്രീമില് ഒരു 100 സെന്ററുകളെങ്കിലും നമ്മളെ അണ്ടറിലുള്ള ആളുകൾ തുടങ്ങണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവിധ സഹകരണങ്ങളും നമ്മളെല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോ വിമ്പിൾ ത്രൂ നമുക്ക് ഒരുപാട് സെന്ററുകൾ കേരളത്തിലും കേരളത്തിന് അകത്തും പുറത്തും ഒക്കെ നമുക്ക് തുടങ്ങണം. അപ്പൊ ഇതൊരു സന്തോഷമാണ്. അപ്പൊ ഇന്ന് അവിടെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങാണ്. അപ്പൊ എല്ലാവരും ഇത്തരത്തിലുള്ള വലിയ സ്വപ്നങ്ങൾ, ചെറുതാവരുത്. നിങ്ങളെ സ്വപ്നം കാണുന്ന ആളുകള് പിന്നെ ചിന്തിക്കണം, അയ്യേ ഇതെന്ത് വലിയ സ്വപ്നമാണെന്ന് തോന്നണം. അത്രയും വലിയ സ്വപ്നം കാണണം നിങ്ങൾ. ചെറിയ സ്വപ്നം ആവരുത്, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. അതിലേക്ക് നമ്മളെല്ലാവരും ഉണ്ട്. ആസ് എ ടീമായിട്ട് നമ്മളെല്ലാവരും ആ സ്വപ്നങ്ങൾ പൂവണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകും. അപ്പോ എല്ലാവരുടെയും വാക്കുകൾ കേട്ടു, സന്തോഷം. കാരണം അതിലൊക്കെ ഒരു ഭാഗമാക്കാൻ പറ്റിയതിലുള്ള സന്തോഷവും സ്നേഹമൊക്കെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫൈസൽ സർ. അപ്പൊ തുടങ്ങല്ലേ, പാട്ട് കച്ചേരി തുടങ്ങല്ലേ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷങ്ങളൊക്കെ? ഗുഡ് മോർണിംഗ് സർ. വീഡിയോ ഓണാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ ഓണാക്കുന്നില്ല. ഓക്കെ. അപ്പോ വീട്ടിലെത്തി. സാറ് വീട്ടിലെത്തി. ഓക്കെ. അപ്പോ ഈ ഒരു പ്രോഗ്രാം നമ്മള് പിന്നെ നമ്മുടെ പലരും ഇവിടെ സംസാരിച്ച് ഫീഡ്ബാക്ക് പറഞ്ഞു ഒരു 365 ദിവസം എത്തിയതായിട്ട്. കഴിഞ്ഞ ദിവസം സജന മാം നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഡിസ്കഷൻ ചെയ്ത് നമുക്ക് ആനിവേഴ്സറിക്ക് എന്ത് ചെയ്യാം. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് ഇത് 361 വർഷമൊക്കെ ആയ തുടങ്ങിയിട്ട് എന്നുള്ളത്. കാരണം ഞാൻ കുറെ ആയി മോർണിംഗ് സർക്കിൾ വന്നിട്ട്, കാരണം എനിക്ക് ആ ഒരു സമയത്ത് എത്തിപ്പെടാൻ കഴിയാറില്ല. കുറെ യാത്രകളും അതുപോലെ ക്ലാസ്സുകളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വളരെ മിസ് ഔട്ടാണ്. പിന്നെ എപ്പോഴെങ്കിലും റെക്കോർഡും കാണുന്നു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും സിനിമാമിന്റെ ക്ലാസ്സുകൾ, അതേപോലെ നമ്മുടെ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ക്ലാസ്സുകൾ ഞാൻ ഇടയ്ക്കിടെ കേൾക്കും. അതല്ലാതെ കുറെയൊക്കെ മിസ്സിങ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ഞാനും ഈ ഒരു ഇതിന്റെ പാർട്ടാവാൻ എനിക്ക് കഴിഞ്ഞതിലും. കാരണം ഈ ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു മോർണിംഗ് സർക്കിൾ പ്രോഗ്രാം ഇത്രയും സക്സസ് ആയി സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം നമുക്ക് ഇന്നതൊന്നും പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തുടങ്ങുന്ന സമയത്ത് 10 ട്രെയിനേഴ്സ് മാത്രമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ആര് ക്ലാസ് എടുക്കും? കാരണം കൺഫ്യൂഷനാണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഒരു മാസത്തിൽ തന്നെ 2-3 ക്ലാസ്സുകൾ ഞങ്ങൾക്ക് വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് രജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വ്യക്തിയാണ് പിന്നീട് ഒരു മാസത്തിൽ എനിക്കൊന്നും ക്ലാസ് എടുക്കാൻ അവസരം തന്നെയില്ല, ഇങ്ങോട്ട് വരികയേ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സാധനം ഇവിടെ ഇല്ല. ഇനിയിപ്പോ ആരെങ്കിലും മിസ്സായി കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം വരാതിരുന്നാൽ മാത്രമാണ് എന്നെ പിന്നെ ഇതിലേക്ക് ഒന്ന് എടുക്കുമോ എന്നുള്ളത്. നാളെ സ്ലോട്ട് ഉണ്ട്, പിന്നെ ഒഴിവുണ്ടെങ്കിൽ എടുത്തോളൂ എന്നുള്ളത്. അല്ല, അത് വരെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ പരിപാടിയിൽ പ്രധാനമായിട്ടും നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അഡ്വക്കേറ്റ് നജ്മ വളരെയധികം കുറഞ്ഞ സമയമാണെങ്കിൽ പോലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒരു മെസ്സേജ് പോലെ വന്ന് പറഞ്ഞു. കാരണം സാധാരണയായിട്ട് നമുക്ക് ഒരു പിന്നെ SFT തെറാപ്പിയിലുള്ളത് പോലെ നമ്മൾ ഓരോ വ്യക്തികളും പല പാർട്ടാണ്. നമുക്ക് ഓരോ മനസ്സും നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും ഓരോ പാർട്ടാക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികളും.
അത് നമുക്ക് സ്വന്തമായിട്ടില്ല. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് സ്വപ്നങ്ങളുണ്ട്. അത് നമ്മൾ എപ്പോഴും പെർഫെക്റ്റ് ആക്കിയിട്ട് ഇന്നത് തന്നെ ചെയ്യണം, ഇന്നത് തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സോഷ്യൽ മീഡിയയിലും ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മുടെ ബിജു സാർ അതിനോട് കൂട്ടിച്ചേർത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഒരു കുറെയൊക്കെ നമ്മുടെ ചിന്താഗതി മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒരുപാട് ആളുകൾ എനിക്കൊന്ന് ഇവിടെ വന്നിട്ട് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സംസാരത്തിലാണെങ്കിൽ പോലും പ്രൊഫഷനിലാണെങ്കിൽ പോലും. അപ്പോ പ്രധാനമായിട്ട് എൻ്റെ ഒരു ഇന്നത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാണ്. കാരണം ഇന്നത്തെ പരിപാടി പങ്കെടുത്തുള്ള ഓരോരുത്തർക്കും ഓരോരോ സാന്നിധ്യവും കാരണം വളരെ സ്പെഷ്യൽ ആക്കി എന്നുള്ളതാണ്. പിന്നെ നമ്മളെ ഏറ്റവും നല്ല ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെയാണ്. കാരണം ഒരു സെഷൻ ഇനി ആരെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ആ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ട്. കുറഞ്ഞ സമയമാണ് അത്രയും. കാരണം അവര് ചിലപ്പോൾ ആ ക്ലാസ് എടുത്തിൽ അത്ര പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന അത് കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു 5 മിനിറ്റ് നിങ്ങൾ കൊടുക്കുന്ന ആ വാക്കുകളായിരിക്കും അടുത്ത മാസം അയാൾ ഡേറ്റ് നോക്കിയിരിക്കാൻ കാത്തിരിപ്പുണ്ട്. അതെനിക്ക് പലപ്പോഴായിട്ടും ഈ ഒരു ഇതിൽ വന്നിട്ട് എനിക്ക് തന്നെ പേഴ്സണലായിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മുടെ ഈ ലൈഫിൽ അല്ല ഈ ഒരു മോർണിംഗ് സർക്കിൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്. എനിവേ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വരുന്ന പലപ്പോഴും സൂസൻ മാമിന്റെ ആ ഒരു പ്രസന്റ് തന്നെ എനിക്കും പറയാനുള്ളത്. ആള് രാവിലെ ഒന്ന് കുളിച്ചൊരുങ്ങി ഉടുപ്പൊക്കെ ഇട്ട് വന്ന് വരുന്ന സമയത്ത് ഞാൻ നോക്കുന്നത് എന്താണ് സൂസൻ മാം ഉണ്ടോ എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഇപ്പൊ അടുത്തൊരു കോഴ്സ് നടത്തി ഞാൻ എൻ്റെ ഒരു കോഴ്സിന് സൂസൻ മാം ഉണ്ടായി 5 ഡേയ്സും ആൾ ആ സമയത്ത് വന്നിരിക്കും. കാരണം ഒരു വൈബാണ് അത്. ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ചന്ദ്ര മാമിന്റെ അതാണ്. ഞാൻ വീഡിയോ കാണുന്ന 2 പേരാണ് അധികം ഉണ്ടാവുക. അപ്പോ ഇതൊക്കെ തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഒരാളുണ്ടാകുക. പിന്നെ അതേപോലെ സ്ഥിരമായിട്ട് കുറേ ഉണ്ടായിരുന്നത് റൌഫ് സാർ തന്നെയാണ്. സജ്ജനാമ പിന്നെ ഇവിടെ നമ്മൾ ചങ്ങല ഇട്ടിട്ടതാണ്, ഈ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല, ഇവിടെ വേണം. അപ്പോ അതേപോലെ അൻസാർ സാറ് ഇവരൊക്കെ ഈ ജോലിക്കിടയിലുള്ള സമയമാണ്. പക്ഷെ നമ്മൾ അതിനായിട്ട് ബാക്കിയുള്ള കുറെ ആളുകൾ രാവിലെ അതിനായിട്ട് മെനക്കേടാണ്. കാരണം ഇവരെന്താണ് 365 ദിവസം കുറഞ്ഞ തുടക്കത്തിലില്ലെങ്കിൽ പിന്നീട് അത് ഇതുവരെ ഇവിടെ എത്തി എന്നുള്ളതാണ്. കാരണം ആരെങ്കിലും വേറെ ആരും ഇല്ലെങ്കിൽ ഈ കുറഞ്ഞ ആളുകൾ ഇവിടെ എന്തായാലും ഈ ഒരു മോർണിംഗ് സർക്കിൾ ഉണ്ടാവാറുണ്ട്. അറ്റ്ലീസ്റ്റ് തുടക്കത്തിൽ ഇപ്പോ 25 ഇപ്പൊ 50 ദിവസങ്ങൾ ഉണ്ടായിരുന്നു, ഒരു 60-70 വരെയുള്ള പാർട്ടിസിപ്പന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിലേക്ക് വരാൻ പറ്റാത്തത്. ആയതിനാൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഇതുവരെ എത്തിച്ചതും സജിനക്ക് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് എനിക്ക് പറയാനുള്ളത്. പൈസ സാർ ഇവരെ ഏൽപ്പിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, കാരണം സജിനൊക്കെ ഓൾറെഡി ബിസിയാണ്, ട്യൂഷൻസുകൾ അതേപോലെ വേറെ മറ്റു കോഴ്സുകൾ നടത്തുന്നത്, രാവിലെ ഒക്കെ എണീറ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത്. ആൾക്ക് അതിന്റെ ടെൻഷൻസും ഉണ്ടാവും. കാരണം ആ ടെൻഷൻസ് ഇപ്പോഴും മാറിയിട്ടില്ല. ഓരോ ദിവസം ഒരാള് 5 മിനിറ്റ് ജോയിൻ ചെയ്യാൻ വൈകിയാൽ അപ്പം ആള് ടെൻഷനാണ്, എന്തുകൊണ്ട് വന്നില്ല, വിളിക്കും, അതേപോലെ അവരെ വിളിച്ചുണർത്തുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇവർക്ക്. അപ്പോൾ ഏറ്റവും നമുക്ക് നന്ദി പറയാനുള്ളത് സജിനയോട് തന്നെയാണ്. ഏറ്റവും നല്ലൊരു താങ്ക്സ്ഫുൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം കൊണ്ട് നടക്കുന്നതിനും നല്ലൊരു ടീം ബിൽഡപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നതിനും നല്ലൊരു റിലേഷൻഷിപ്പ് ഞങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ടും ഒക്കെ തന്നെ. പിന്നെ മറ്റൊരു വേർഡ്സ് പറയാനുള്ളത് ഈ ഒരു നമ്മുടെ പ്രോഗ്രാമിൽ വന്ന നിജി മാമിനെ കൊണ്ടുവന്നിട്ടുള്ള ഫവാസ് സാറിനാണ്. കാരണം നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായി, ആരെ കൊണ്ടുവരണം, എങ്ങനെ അവസാനം ഞാൻ പറഞ്ഞു എന്നെ തന്നെ ആക്കിക്കോളി, ആരും കിട്ടിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും ഞാനന്ന് വന്നോളാം, കുറഞ്ഞ കാശ് എനിക്ക് തന്നാ മതി എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ട്. അപ്പൊ അത് പറഞ്ഞ നിങ്ങളെ വേണ്ട, അതൊക്കെ വേസ്റ്റ് ആണ്. അങ്ങനെയാണ് ഒരുപാട് സംശയങ്ങളും ചർച്ചകൾക്കിടയിൽ ഒരാളെ കൊണ്ടുവന്നു. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രശസ്തിയായിട്ടുള്ള ഒരാളെ തന്നെ കൊണ്ടുവന്നു. പക്ഷെ അവർക്ക് കുറച്ച് സമയത്തിന്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായത് കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ക്ലാസ് എടുക്കാനൊക്കെ അവർ തയ്യാറായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവരെയും ഒന്ന് പരിഗണിക്കണമല്ലോ. അതുകൊണ്ട് ആ മാമിന് തന്നെ ആദ്യത്തെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്താ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള റോസ് സാറ്, അൻസാറ്, ചന്ദ്ര മാം, അതേപോലെ ബിജു സാർ, JK സാർ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് സ്ഥിരമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം. ഇനിയും ഇതേപോലെ അടുത്ത 365 ദിവസങ്ങൾ നമുക്ക് പോവാൻ കഴിയട്ടെ. ഇതേപോലെ ഒരുപാട് ട്രെയിനേഴ്സുകൾ ഉണ്ട്, നിരന്തരമായിട്ട് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അപ്പൊ ആ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് PPT ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എഫേർട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇനിയും ഇതേപോലെ എഫേർട്ടുകൾ നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ. ആ മാറ്റങ്ങൾ നമുക്ക് ഏറ്റവും നല്ലൊരു ജീവിതം തന്നെ നമുക്ക് ഉണ്ടാക്കി തരട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് ഉണ്ടാക്കി തരാം, നമുക്ക് കുടുംബത്തിനും നമ്മുടെ കുട്ടികൾക്കിടയിലും
നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ജീവിതം നമുക്ക് തരാം. എല്ലാം നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്ന നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം, നമ്മളെ കുട്ടികൾ നല്ല രീതിയിൽ വളരണം എന്നുള്ളൊരാഗ്രഹം. പക്ഷെ അതേപോലെ തന്നെ ആവട്ടെ, കാരണം ഇതൊരു പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയാണ്, ഒരു കുടുംബമാണ് ഇവിടെ നടക്കുന്നത്. നമ്മള് പിന്നെ തമാശകൾ പറയാറുണ്ട്, ഹേർട്ട് ഫീലിംഗ് ഇല്ലാതെ എല്ലാവരും അത് അംഗീകരിക്കുന്നവരാണ്, എന്തും ഇവിടെ പറയാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെ എനിക്കും എന്തും പറയാം എന്നുള്ള ഒരു പറ്റിയൊരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. അപ്പൊ എല്ലാവർക്കും എന്റെ സ്നേഹം ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ഓൾ. ഇന്നത്തെ ഒരു അവസരം എനിക്ക് ഇതിന് പറയാൻ തന്നതിനും, കാരണം എനിക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റി, ഞാൻ സ്വയമായിട്ട് തന്നെ പിന്നെ എനിക്ക് തന്നെ ഒരു താങ്ക്സ് ഞാൻ പറയാണ്. കാരണം ഇങ്ങനെ ഒരു അവസരം ഞാനിപ്പോ അടുത്ത കാലത്തും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എൻ്റെ ഒരു സമയവും കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയാന്നുള്ളത്, പിന്നെ എന്നോട് സജന പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ കുറിച്ച് കുറെയൊക്കെ പറഞ്ഞോളി, കുറെ കാലമായില് വന്നിട്ട് ആളുകൾ കുറച്ച് ചിരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ എന്നൊക്കെ. അപ്പോ എനിവേ, കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു ഓൾ, ഹാപ്പി ഗുഡ് മോർണിംഗ്. Thank you, sir. ഹാപ്പി മോർണിംഗ് സർ. താങ്ക് യു. Good day to everyone. Yes, have Best a good wishes. day all. ഗുഡ് ഡേ. നമുക്ക് അവസാനം നൈസ് ഡേ. സജനാമാവിന്റെ ഒരു പാട്ടോട് കൂടി നിർത്തിക്കൂടെ? അത് വളരെ നല്ലതാണ് സർ. നല്ലതാണ് നല്ല തുടക്കം. അല്ല, ഇന്നത്തെ ദിവസം നല്ലൊരു സജഷൻ മനോഹരമാണ്. തന്നെയാണത്. ഓക്കെ, Yes. പിന്നെ Highly ഹൈ appreciable. പിച്ചും വേണ്ട, സ്ലോ പിച്ചൊന്നും വേണ്ട കേട്ടോ, നേരെ ഒന്ന് പാടി. വീഡിയോ ഓഫാക്കി പോയോ? ഇല്ല, പാട്ട് പാടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്, വീഡിയോ ഓഫ് ആക്കിയത്. അത് നേരത്തെ ഇതുവരെ മേക്കപ്പ് ഒക്കെ ഒന്ന് ഒലിച്ചു പോയിട്ടുണ്ടാവേ. അപ്പൊ അത് സെലക്ട് ചെയ്യാൻ പോയി, സെലക്ട് ചെയ്യാൻ പോയി. പാട്ട് സെലക്ട് ചെയ്യാൻ പോയി അല്ലേ? പിന്നെ ആദ്യം പറഞ്ഞ പിന്നെ അഡ്വാൻസ് ആയി പാട്ട് റെഡിയായി വന്നേന്. പറയുമെന്ന് അറിയാലോ. അതറിയാലോ. ഏതായാലും പാട്ട് നാലുപേരി പാട. അതെ, ഹരിമുരളീധവും വേണ്ട, വേറെ മതി. എന്തായാലും കാരണവന്മാരൊക്കെ പറഞ്ഞതല്ലേ, അനുസരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു പാട്ട് പാടാം. ഒരു ഭയങ്കര പുതിയതും അല്ല, ഭയങ്കര ഓൾഡും അല്ല, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേങ്കിളി. മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല, മഞ്ഞു വീണതറിഞ്ഞില്ല, വെയിൽ വന്നു പോയതറിഞ്ഞില്ല. ഉമ്മലേ നീ വരും നാളും നിന്നിരുന്നു ഞാൻ, വന്നു നീ തന്നു നിന്നു നീ എന്റെ ജന്മസാഫല്യമേ, വന്നു നീ വന്നു നിന്നു എന്റെ ജന്മസാഫല്യമേ. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി, മലർത്തേങ്കിളി, പൈങ്കിളി മലർത്തേങ്കിളി. താങ്ക് യു. താങ്ക് യു. വളരെ നല്ല സോങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാ ദിവസവും മോർണിംഗ് സർക്കിളിന്റെ കൂടെ ഇതും കൂടി ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു. സാറേ ആദ്യം ഉണ്ടായിരുന്നു, സജന തന്നെ ഇടയ്ക്കൊക്കെ പാടാറുണ്ടായിരുന്നു. പിന്നെ അവര് പറഞ്ഞു, പിന്നെ ഞാനെങ്ങാനും പ്രശസ്തിയായി വേറെ ആരെ വിളിച്ചാലോ എന്നുള്ളത് കൊണ്ട് പിന്നെ അത് ഒഴിവാക്കിയോ.
പിന്നെ അതല്ല നമ്മള് പിന്നെ വിംബിളിന്റെ അതുമല്ല മോട്ടോ തന്നെ ചെൽ അതല്ലേ സർ? ആ അതുമല്ല പിന്നെ ഈ പ്രോഗ്രാം മോർണിംഗ് സർക്കിൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പാടട്ടെ ചോദിക്കുന്ന ഒരു അവസരം വന്നു. പിന്നെ ഞങ്ങളെ നിർത്തിയതാണ്, ഇത് വേണ്ടാന്നുള്ളത്. ഇല്ല, നമ്മള് വിംബിളിൽ നിന്ന് ഒരാള് പ്രശസ്തിയാവുന്നത് നല്ലതല്ലേ സർ? അല്ല, നമ്മൾ ഓൾറെഡി പ്രശസ്തരാണ് എല്ലാരും, ഇനി എവിടെ ആവാനാ? അത് ആർക്കും അറിയാത്ത ഒരു സത്യമുണ്ട്. മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംഗീതത്തിൽ ഡിഗ്രി ഒക്കെ കിട്ടിയ ആളാണ് നിസാവ് സാറ്. അല്ല, എന്റെ പാട്ടുകൾ നിങ്ങൾ എടുക്കൽ കേൾക്കാറുണ്ടല്ലോ, അതോടുകൂടി ആ ഗ്രൂപ്പ് ഒന്ന് സൈലന്റ് ആവും. പിന്നെ കുറച്ചു കാലത്ത് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഏതൊരു സിനിമയിൽ പറഞ്ഞോളാം, പിന്നെ നമുക്ക് ഒന്നും കൂടി സംസാരിച്ച് തുടങ്ങണ്ടേ എന്ന് പറയും പോലെ വീണ്ടും വരാറാണ്. ഏതായാലും എന്താണ് JK സാർ ഒന്നും പറഞ്ഞില്ലല്ലോ ഫീഡ്ബാക്ക്? അത് പറയാൻ പറ്റാ? പറയാം സർ. ഞാൻ വിചാരിച്ചേ ലേറ്റ് ആയി പോയി എന്ന് വിചാരിച്ച, ഇനിയിപ്പം സമയം തെറ്റിയൊന്നും പറയണ്ടെന്ന് വിചാരിച്ചു. എന്തായാലും സാറ് ഇത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് സത്യം. ഞാൻ ഇതിന്റെ ഭാഗമാകുന്ന കഴിഞ്ഞ ഒക്ടോബർ സമയത്തിലാണ്. അതായത് പ്രഭാതങ്ങൾ ഈ ഒരു സമയത്ത് എഴുന്നേക്കുക എന്നുള്ള ശീലം വരാൻ പറ്റിയത് വിംബിൾ മോർണിംഗ് സർക്കിളിലൂടെയാണ്. അല്ലെങ്കിൽ ഹറിബറിയായിട്ടുള്ള പ്രഭാതങ്ങളും ഉള്ളൂ. അതുവരെ ജോലിക്ക് പോകുന്നതിന് അരമണിക്കൂറോ മുന്നേയായിട്ട് എഴുന്നേക്കുക, എന്തൊക്കെയാ ഓടുക, അതായിരുന്നു ശീലം. ആ ഒരു വന്ന് നമ്മുടെ സമയം കുറച്ചുകൂടെ വിനിയോഗം, നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ കണ്ടെത്തുന്നത് ആ ഒരു നേരത്തെ എഴുന്നേക്കുന്ന കുറച്ച് ഒരു അരമണിക്കൂർ ആണേലും ആ കിട്ടുന്ന സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഒരു ശീലമാക്കാൻ പറ്റിയത് വിംബിളിന്റെ ഈ ഒരു സർക്കിളിലൂടെയാണ്. കുറെ വിജയങ്ങൾ, കുറെ ആൾക്കാര് വിചാരിച്ചിരുന്നൊരു കാര്യമല്ല ഇങ്ങനെ ഇത്രയും സൗഹൃദങ്ങളൊക്കെ കിട്ടും നമുക്ക്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് എല്ലാത്തിൻ്റെ ഒരു തുടക്കം ഉണ്ടായത്. അതിന് ഒത്തിരി നന്ദി. ഒത്തിരിയും സുഹൃത്തുക്കള്, ബാച്ച്മേറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാത്തിനും നന്ദി. എല്ലാവരും തുടക്കം ഇവിടെ നിന്നാണെന്ന് തന്നെ പറയണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ റൗസാറിൻ്റെ എന്തായിരുന്നു ക്ലാസ്സസ് കേൾക്കുമായിരുന്നു. അങ്ങനെ കുറെ പേരുണ്ട്. പേര് ആരുടെയും മിസ്സായാലെന്ന് വിചാരിക്കില്ല. നമ്മൾ ഈ പെട്ടെന്ന് തുടക്ക സമയം ഓർത്തു, അന്നേരമൊക്കെ ഞാൻ പകുതി ഉറക്കത്തിലായിരിക്കും കേൾക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ നിന്നൊക്കെ മാറി രാവിലെ എങ്ങനെ നമുക്ക് നന്നായിട്ട് ചെയ്യാം. അപ്പൊ അൻസാർ സാറ്, ഇങ്ങനെ കുറെ പേരുണ്ട് ഇതില്. പിന്നെ ആരായിരുന്നു, നിസാവ് സാറിന്റെ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നിസാവ് സാറിന്റെ വാക്കുകളായിരുന്നു മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനായിട്ടൊക്കെ ആദ്യമായിട്ടൊരു പ്രചോദനം തന്നത്. അങ്ങനെ അതിൽ നിന്നൊക്കെ വന്ന് ഇപ്പം കുറച്ചൊക്കെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റി. അതിലൊക്കെ വലിയ അഭിമാനം തോന്നുന്നു, നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ ബാച്ച്, അതിനൊക്കെ അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം എത്ര റിപ്പീറ്റ് ചെയ്താലും ഒരു ആവർത്തനാവസ്ഥ ആർക്കെങ്കിലും ഒക്കെ തോന്നിയാലും അതിനെ ഇതാക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ബാച്ച്, അതായത് ആവർത്തനമല്ല, നിങ്ങളുടെ ബാച്ച് എനിക്ക് തോന്നുന്നു ഒന്നാമത് ഭയങ്കര ഫേമസ് ആണെന്ന് തോന്നുന്നു. കാരണം ആ ബാച്ചിൽ നിങ്ങളുള്ള 22 or 23 അത് നിങ്ങൾ ഭയങ്കര കണക്ട് ആയിരുന്നു. നിങ്ങൾ കുറച്ച് ആളുകൾ അതില്, എനിക്ക് തോന്നുന്നു അതിന്റെ ഭാഗത്തുള്ളൊരു നിങ്ങൾ പുതിയൊരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നതും, ഏതായാലും അതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു റിപ്പീറ്റഡ് പാറ്റേൺ അല്ല അത്. കാരണം നിങ്ങളെടുത്ത് അത് റിസൾട്ടാണ് ശരിക്കും. നമ്മൾ കഴിഞ്ഞ കൊല്ലം കാണിച്ച റിസൾട്ട് ഇപ്പം കിട്ടിയെന്ന് പറഞ്ഞതുപോലെ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്ത് ഈ മോർണിംഗ് സർക്കിളിന്റെ പാർട്ടായി, പക്ഷെ അതിന്റെ റിസൾട്ട് നിങ്ങൾ ഇപ്പൊ കാണിക്കുന്ന ഒരു വലിയ റിലേഷൻഷിപ്പാണ്. അതും ഏതായാലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കും. അതെന്തായാലും ലൈഫ് ലോങ് പോകും എനിക്ക് ഉറപ്പാണ്. കാരണം അതിലുള്ള എല്ലാവരും ജെന്യുവിൻ ആയിട്ട് കാണിക്കുന്നവരാണ്. അപ്പൊ അതെന്നും ഉണ്ടാവും. അതായത് ഒരു എന്തെങ്കിലും ദിവസം പറഞ്ഞു പോവുക എന്നുള്ളതല്ല. എനിക്ക് അങ്ങനെയാണ് നിങ്ങളൊരു കൂട്ടായ്മ എന്ന് പലപ്പോഴും റൗസ് സാറ് പറയുമ്പോഴും അതേപോലെ നമ്മുടെ സുസ മാം പറയുമ്പോഴൊക്കെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. പിന്നെ അർച്ചന മാം എന്ന് പറയുമ്പോൾ ആ ഒരു ഒരു ബാച്ചിന് കഴിഞ്ഞ ദിവസം ഞാനും അച്ഛമ്മനും ഒരു എറണാകുളത്ത് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു. അപ്പൊ അവിടെയും 1 or 2 നിങ്ങളുടെ ബാച്ചിൽ അവിടെ കണ്ടു.
അപ്പൊ അവിടെയും ഈ ഒരു ബാച്ചിനെ കുറിച്ച് ഒരുപാട് പറയുന്നത് കേട്ടു. എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഈ ഒരു ബാച്ചിനും നിങ്ങളുടെ ഈ ഒരു വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ ഒരു ബന്ധങ്ങൾക്കും. താങ്ക് യു സർ. അതാണ് ഞങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഇത്രയും നല്ലൊരു എന്താ പറയാ എല്ലാ രീതിയിലും ഒരു പെർഫെക്റ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും പറ്റത്തില്ല. നല്ലൊരു ഫാക്കൽറ്റി, നല്ലൊരു എന്താ ഫൈസൽ സാറിയും തുടങ്ങുകയാണെങ്കിൽ, അതായത് ആ വ്യക്തിയിൽ നിന്ന് ഞാൻ ആരോടൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, ആ ഫൈസൽ സാറിന്റെ ആ ഒരു മെന്റാലിറ്റിയും അതും ആണല്ലോ അങ്ങനെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ആണെങ്കിലും ഏറ്റവും നമ്മൾ കാണാത്ത പലരും അക്കാഡമിയിലുണ്ടാവും. അതായത് അവരുടെയൊക്കെ ഫേസ് പോലും അറിയത്തില്ല, എന്നാൽ ഇതിന്റെ പുറകിലൊക്കെ എന്തുമാത്രം വർക്ക് ചെയ്യുന്നവര്. അപ്പൊ അങ്ങനെ ഫാക്കൽറ്റി നമ്മുടെ ഈ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവര്, അതിന്റെ ഭാഗമാകുന്നവർ, എല്ലാവരും ലൈക്ക് മൈൻഡഡ് ആൾക്കാർ അട്രാക്ട് ആവുമ്പം വരുന്ന ഒരു യൂണിവേഴ്സിന്റെ ഒരു മാജിക് ആണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. അതിന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാം ഇനിയും കുറേ ക്ലാസ്സുകളും കുറേ ബാച്ചുകളും അങ്ങനെ വിമ്പിളിന് നല്ലൊരു ഉയർച്ച ഈ വഴിക്ക് വരട്ടെ. താങ്ക് യു. താങ്ക് യു ജേക്കബ് താങ്ക് സാർ. യു സാർ. അപ്പൊ വൈൻഡപ്പ് ചെയ്യാല്ലേ നമുക്ക്? താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. 366-ാമത്തെ ദിവസത്തിലേക്ക് ഇനി കാല് വെച്ച് മുന്നോട്ട് പോവാം. അതെ നമുക്ക് സെക്കൻഡ് ആനിവേഴ്സറി, തേർഡ് ആനിവേഴ്സറി ഒക്കെ എല്ലാവരും ഇതുപോലെ തന്നെ പങ്കെടുക്കാൻ ഇടവരട്ടെ. അപ്പൊ സെക്കൻഡ് ആനിവേഴ്സറി നമുക്ക് നാളെ തന്നെ ആക്കിയാലോ? ബാക്കി 324 ദിവസം ക്ലാസ് പിന്നെ എടുക്കാലോ. ആനിവേഴ്സറി കുറച്ചുകൂടി സുഖം ഉണ്ടെന്ന് തോന്നുന്നു. സെലിബ്രേഷൻ ഫസ്റ്റ് അല്ലേ? സെലിബ്രേഷൻ ഫസ്റ്റ് കൊടുക്കാം, ഒരാഴ്ച സെലിബ്രേഷൻ അങ്ങ് കൊടുക്കാം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എവിടെയെങ്കിലും നമ്മളൊരു ലൈവ് ഗെറ്റ് ടുഗെദർ ലൈവായിട്ട് ഒന്ന് പോസിബിൾ ആണെങ്കിൽ, എല്ലാവർക്കും കോമൺ പ്ലേസ് ആണെങ്കിൽ നന്നായിരിക്കും. ഫേസ് ടു ഫേസ് നമുക്ക് നടത്താം. ഇനി ഇവിടെ നോക്കാണ് വിമ്പിളിൽ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു വിമ്പിളിൽ തന്നെ സൗകര്യങ്ങളുണ്ട്, അവിടെ വരാം. ഇനിയിപ്പോ നമുക്ക് മറ്റൊരു രീതി ഇവിടെ ആകുമ്പോൾ വലിയ എക്സ്പെൻസ് ഉണ്ടാവില്ല. മറ്റുള്ള എവിടെയെങ്കിലും നോക്കുമ്പോൾ ആളുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ വിമ്പിളിൽ എത്തിപ്പെടാൻ സാഹചര്യം ഉള്ളവർക്കൊക്കെ ഇവിടെ വന്ന് നമുക്ക് അടിപൊളിയാവും. ഒരു ഡേറ്റ് അങ്ങോട്ട് സജ്ജനാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും തീരുമാനിച്ചിട്ട് ഫിക്സ് ചെയ്താൽ മതി. ആർക്കൊക്കെ വരാൻ പറ്റും, ആർക്കൊക്കെ ഇവിടെ സംസാരിക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് ഒറ്റ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ കിട്ടുന്ന പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നല്ല സജഷനാണ് ചന്ദ്രമൻ പറഞ്ഞിട്ടുള്ളത്. ഇനി എവിടെ, എങ്ങനെ, എപ്പോ മാത്രം തീരുമാനിച്ചാൽ മതി. ഒരു സ്പെഷ്യൽ ബോണ്ടിങ് ആയിരിക്കും. അതെ സ്പെഷ്യൽ ബോണ്ടിങ് ആയിരുന്നു. ഇവിടെ വന്നിരുന്നോ? അന്ന് എനിക്ക് മാമിനെ കാണാൻ പറ്റിയിട്ടില്ല. സൂസൻ മാമിനെ നേരിട്ട് കണ്ടു, 2 പ്രാവശ്യം വന്നു തോന്നുന്നു. ഞങ്ങളുടെ ബാച്ച് സർപ്രൈസ് പ്ലാൻ ചെയ്തതാണ്. അത് ഒരു ഒരു ഡിഫിക്കൽട്ടിക്ക് പുട്ടപ്പ് ചെയ്യും. നിങ്ങളവിടെ ഫൈസൽ സർ അവിടെ അവൈലബിൾ ആയിരുന്നില്ല. പിന്നീട് നിസാം സർ എറണാകുളത്ത് വന്നു ഇപ്പൊ കേട്ടു. സർ ഇന്നലെ അവിടെ ആയിരുന്നോ? എന്നിട്ട് ഒന്നും അറിയിച്ചില്ലല്ലോ. അറിയിച്ചാൽ ഇങ്ങനെ ഫാൻസ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ ഞാൻ ആരും പറയാതെ പോയതാ. അത് ശരി. ഞങ്ങളും ആ ഫാനിലത്തെ ഒരാൾക്കാരാണ് സർ, ഞങ്ങൾ മിസ്സായില്ലേ. ചൂട് കൂടി ഫാന് കൂട്ടുന്നത് നല്ലതാ. ഞാൻ തന്നെ എറണാകുളത്തേക്ക് ഇന്ന് തലേന്ന് മെനിയാന്ന് രാത്രി പോയി വട്ടം കറങ്ങിയത്. എവിടെ സ്ഥലം എനിക്കൊരു ഐഡിയ ഇല്ലേ. ഒരു മാപ്പ് ഇങ്ങോട്ട് നിൽക്കുമ്പോ ആ മാപ്പ് അങ്ങോട്ടാ പോകുന്നത്. പിന്നെ എങ്ങനെ ആരെ വിളിച്ചു നോക്കിയാ. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷമീന മാം, അർച്ചന മാമിനെ ഇടയ്ക്കൊക്കെ വിളിച്ചു നോക്കി, ഇത് എവിടെ സ്ഥലം, ഒന്ന് ലൊക്കേഷൻ. അപ്പൊ അർച്ചന മനുഷ്യ നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞാൻ അയച്ച് 100 വട്ടം ലൊക്കേഷൻ അയച്ചു തന്നതല്ലേ, ആ ലൊക്കേഷൻ കൂടെ അല്ലേ നിങ്ങൾ പോണത്. ഏതായാലും കറക്റ്റ് സമയത്ത് എത്തി. പിന്നെ അതിനുശേഷം ഞാൻ സ്റ്റാറ്റസ് വെച്ചപ്പോഴാണ് എല്ലാരും പറയുന്നത്. അത് പറയരുത്, അത് പറയാൻ പാടില്ല അവിടെ. ലൊക്കേഷൻ കാര്യമില്ല, അത് നോക്കി കഴിഞ്ഞ് കറക്റ്റ് പോയില്ല. എറണാകുളത്ത് ഇത്ര ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് എവിടെയാ? എന്നാലും ഇന്നലെ ഒരു വാക്ക് വിളിക്കാറുണ്ട് ഞങ്ങളൊക്കെ. അല്ല, എറണാകുളത്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടല്ല, കലൂരാണ്. കലൂരോ? അത് ശരി. എന്റെ തൊട്ട അയലോക്കത്ത് വന്നിട്ടാണോ? കൊള്ളാം. അതിന്റെ തൊട്ടടുത്ത റോഡിലാണ് ഞാൻ താമസിക്കുന്നത്. അത് ശരി. അത് ആ മെട്രോന്റെ ഭാഗത്ത് തന്നെയായിരുന്നു. അതിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റ് ആണ് എന്റെ വീട്. സൂസൻ മാം, ടെക്നോളജിനെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ലെസൺ ആണ്. മനുഷ്യന്മാരനെ വിശ്വസിക്കണോ? വിളിച്ചാൽ കറക്റ്റ് ആയിട്ട് എത്തിയിട്ട്.
അത് പോണ്ട. ഈ അങ്ങനെ അൻസാർ സാർ തന്നെ എന്നെ ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയിട്ട് ഒരു 5-6 കിലോമീറ്റർ നടത്തിച്ച മനുഷ്യനാണ്. അത് ശരി. എന്നിട്ടാണ് ഇത് പറയുന്നത് രസമില്ലേ? മാപ്പിനെ വിശ്വസിക്കാൻ അത് പാടില്ല എന്ന് പറയുന്നത്. ഷമീനാമയം പറയുന്നത് നടത്തിച്ചത് നിസാവ് സാറാണ് എന്നാണ്. നമ്മളൊന്നും അതെന്റെ വിശ്വസിക്കാൻ തെറ്റല്ല, അത് മാപ്പിന്റെ മാപ്പിനെ തെറ്റാ. വിശ്വസിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് മാപ്പ് തിരുവനന്തപുരം സിറ്റി മൊത്തം കാണിച്ചു എന്ന് പറഞ്ഞു. അതിന്റെ മാപ്പ് പ്ലാൻ വായിക്കാൻ പഠിക്കണം അല്ലേ? മാപ്പ് വായിക്കാൻ പഠിക്കണം. എക്സസൈസ് ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അതും ചെയ്യിപ്പിച്ചു. ഷെമീൻ, ഞങ്ങള് 3 പേരൊരു പ്രോഗ്രാമിന് പോയത്. അപ്പൊ ഷെമീനെ വർഷങ്ങൾ പറഞ്ഞു എനിക്ക് ഞങ്ങള് തിരുവനന്തപുരം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. ഏകദേശം അല്ലേ? അങ്ങനെ അത് പറയാം. ഇത് ഏകദേശം ചൂട് റെക്കോർഡിംഗ് ആണോ? സമയത്ത് ഇത് റെക്കോർഡ് ചെയ്തോന്നില്ലല്ലോ അല്ലേ? റെക്കോർഡിങ് ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. റെക്കോർഡഡ് ആണ്, അത് എഡിറ്റ് ചെയ്യാൻ പറയാം. വർഷന്റെ കൂടെ ഉണ്ട് ട്ടാ. പ്രൂഫ് വർഷ കേൾക്കുന്നുണ്ട്. വർഷൊക്കെ എപ്പോഴും ട്രോമയായിട്ട് പിന്നെ അവിടെ കിടക്കുന്നുണ്ടെന്നാ പറഞ്ഞു. സാറ് ഗസ്റ്റ് വന്നിട്ട് ഓക്കെ അല്ലേ? ഗസ്റ്റ് ചോദിച്ചിരുന്നു ഓട്ടോ ആള് ഇറങ്ങിയിട്ടേ ഫൈസൽ സാറുണ്ടോ? ലൊക്കേഷൻ നോക്കി ഇറങ്ങി. അൻസാർ സർ നെറ്റ്വർക്ക് ഇല്ല. ബ്രേക്ക് വഴി പോകുന്നു, മനസ്സിലാവുന്നില്ല. അല്ല, ഇന്ന് ഗസ്റ്റ് ഒരു യാത്ര ചെയ്യണതിന്റെ ഇടയിൽ അവർക്കൊരു യാത്രക്ക് പോകണ്ടായിരുന്നു. അതിന്റെ ഇടയില് അവർ ടൈം കണ്ടെത്തി വന്നതായിരുന്നു. അല്ല, സെഷൻ അടിപൊളിയായിരുന്നു. അവര് കുറഞ്ഞ സമയം കൊണ്ട് എടുത്തത് വളരെയധികം വാല്യുബിൾ തന്നെ. കുറച്ച് സമയമാണെങ്കിലും ശരിക്കും നല്ല തോട്ട്ഫുൾ ആയിട്ടുള്ള അപ്പൊ അവര് വരാൻ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അത് ഫ്രഷ് ആവേണ്ട തിരക്കിലായിരുന്നു. അതോ പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയെന്നൊക്കെ പറഞ്ഞു. നമ്മ വിളിച്ചപ്പോഴാണ് കിട്ടിയിരുന്നില്ല. അതിലാണെങ്കിൽ കുറച്ച് ടെൻഷനായി. ടെൻഷനായി പോയി. ഞാൻ കുറച്ചാകെ ടെൻഷനായി പോയി. കുറച്ചല്ല, അതെപ്പോഴാ ഇല്ലാത്തത്. എന്തായാലും താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ ഫവാസ് സാർ. ഫവാസ് സാർ കുറെ ശ്രമിച്ചിരുന്നു കേട്ടോ. ഇവരെ മാത്രമല്ല വേറെ ആൾക്കാരെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, കുറച്ചേ ഉള്ളായിരുന്നെങ്കിലും വളരെ നല്ല റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. കുറഞ്ഞ സമയത്തിന് നല്ലൊരു കാര്യം പറഞ്ഞു പോയി. അതെ, നമ്മളെ മോർണിംഗ് സർക്കിള് പോലെ തന്നെ ഒരു ഒരു സർക്കിള്, ഒരു സ്പേസ് നമ്മൾ തുടങ്ങുന്നുണ്ട്. ഇംഗ്ലീഷ് സ്പേസ് സൂസൻ മാമിന്റെ അണ്ടറിലാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ ഇനി മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിൽ കൂടി സംസാരിക്കാൻ പോവാണ്. അപ്പൊ എല്ലാവരും അതിലേക്കും കൂടി വരണം. നമുക്ക് ഇംഗ്ലീഷിലൊക്കെ ക്ലാസ് എടുത്ത് തുടങ്ങണം. അപ്പൊ സൂസൻ മാം അതിന്റെ ട്രെയിനിങ് നമ്മൾ തുടങ്ങുകയാണ്. ഇംഗ്ലീഷിൽ വെബിനാറുകൾ നമ്മൾ തുടങ്ങുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് കോഴ്സുകൾ തുടങ്ങണം. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇതിലാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മളത് പുറകോട്ട് പോകാൻ പാടില്ല. നമ്മൾ ഈ ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങേണ്ട ആൾക്കാരല്ല, മറിച്ച് നമ്മളുടെ ആ ഒരു കാലിബർ, നമ്മുടെ നോളജ് വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കൊടുക്കണം. അപ്പൊ അതിലേക്ക് നമ്മളെ പ്രാപ്തയാക്കാൻ വേണ്ടിയിട്ട് സൂസൻ മാം റെഡിയാണ്. നമ്മളെല്ലാവരും ജോയിൻ ചെയ്യുക. ഇവിടെ ഈവൻ ഞാനടക്കം ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുക. അതെല്ലാവരും ജോയിൻ ചെയ്യുക. നമ്മൾ മാക്സിമം നമ്മള് നോളജിനെ നമുക്ക് പിന്നെ ഷെയർ ചെയ്യാനും കോൺഫിഡന്റ് ചെയ്യാനും നമുക്ക് അതിലേക്ക് പറ്റണം. അപ്പൊ ആ രീതിയിലേക്ക് സൂസൻ മാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും കം ഫോർവേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഞാൻ ജോയിൻ മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അല്ലെ സാറില്ലേ, എല്ലാവരും ഉണ്ട്, ഫുൾ അതെ ടീമാണ്. Yes, please do. I welcome each and every one of you, and it will be a good thing for sure. എനിക്ക് എല്ലാ ഭാഷയും പഠിക്കണം. ഞാൻ ആദ്യം ഇംഗ്ലീഷ് തുടങ്ങണം. പക്ഷെ ടൈമിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് സാറേ. അപ്പൊ ടൈമിങ്ങിന് ഇപ്പൊ ഒരു രാത്രി ഒരു 10 മണിക്കൊക്കെ ആക്കാൻ 10 to 11 ആക്കാൻ പറ്റുമോ? ഉറങ്ങൊന്നും വേണ്ട അല്ലേ? അതെ, ഡിഫറെന്റ് ബാച്ചുകൾ വരും, പേടിക്കണ്ട. നൈറ്റ് ബാച്ച് ആക്കണം. എന്നിട്ട് വേണം CBT ഒക്കെ ഇംഗ്ലീഷിൽ തുടങ്ങാൻ. CBT ഇംഗ്ലീഷ്, CBT തമിഴ്, CBT ഹിന്ദി, പഞ്ചാബി വരെ കൊടുക്കാം നമുക്ക്, പ്രശ്നമില്ല. അല്ല, ടൈമിങ് ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോ ഈ ടൈമിങ്ങിന്റെ ആ സമയത്ത് നമുക്ക് ഒരുപാട് സെഷനുകൾ നടക്കുന്ന സമയം കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും പലതും നല്ല നല്ല സെഷൻസ് മിസ്സാവാണ്. Look at it this way. നമ്മളെ ഈ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത്, ഐ മീൻ ഈ ഒരു കോഴ്സിന്റെ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. then you can go back to your own. അല്ല മാം, അല്ലെങ്കിൽ ഡേ ടൈം ഒരു ബാച്ച് തുടങ്ങാൻ പറ്റുമോ? പകൽ സമയം സൂസൻ മാം? ഡേ ടൈമില് പറ്റും. പക്ഷെ അന്നേരം ആളും ഉണ്ടാവും. എല്ലാരും പലരും ജോലിയും കാര്യവും ഒക്കെ ആയിട്ട് തിരക്കല്ലേ. അങ്ങനെ ഒരു നമുക്ക് ഇട്ട് നോക്കാം.
ഒരു അതാ 10 പേരായാല് 10 പേരായാൽ നമുക്കൊരു ബാച്ച് തുടങ്ങിക്കൂടെ? ഉച്ചക്ക് ഒരു 2 മണിക്കോ 3 മണിക്കോ ഒക്കെ. നോക്കാം, ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. യെസ്. അങ്ങനെ ആകുമ്പോ നമുക്ക് അതിലൊക്കെ ഞാനൊക്കെ ജോയിൻ ചെയ്യാം. രാത്രി മിസ്സാണ്. ഞാന് പൈസ സാറിനോട് പറഞ്ഞതായിരുന്നു. പോസ്റ്ററി കുട്ടികളുടെ അത് കണ്ടപ്പോ നമുക്ക് മുതിർന്നവർക്കൊന്നും പോവാം, അത് ഓൾറെഡി പ്ലാൻഡ് ആണെന്ന് പറഞ്ഞു. യെസ്. അതായത് ഈ എല്ലാവരെയും ഗ്രൂപ്പിൽ അതിലേക്ക് മോൺ വെൽക്കം സർക്കിൾ ചെയ്യും. എല്ലാവരും അതിലേക്ക് വരിക, അവിടെയും നമ്മൾ സർക്കിൾ ആക്കാം. അതെ അതെ, എക്സാക്ട്ലി. അപ്പോൾ ഫൈസൽ സാറിനും ടീമിനും യാത്രയിലൊക്കെ അവിടെ ചെന്ന് സുഖമായിട്ട് എത്താൻ പറ്റട്ടെ. അവിടുത്തെ ഫങ്ഷൻസ് ഒക്കെ നന്നായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഞാൻ ലീഡ് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ലീവ് ചെയ്യാമെന്ന് തോന്നുന്നു. 7:30 കഴിഞ്ഞു, 7:35. Thank you all. ഓക്കെ, റെക്കോർഡ് തകർത്തോ? താങ്ക് യു. ഓക്കെ, ബൈ. Bye. താങ്ക് യു. ബൈ. Bye, Liz.